കർമ്മങ്ങളും പുനർജന്മവും എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് തത്വങ്ങളാണ് കർമ്മവും പുനർജന്മവും. വളരെ വളരെ ഡെയിലി പ്രായോഗിക ജീവിതത്തിൽ നമ്മളിപ്പോ 36 തത്വങ്ങളെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ കർമ്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും കർമ്മങ്ങൾ എങ്ങനെയാണ് പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കർമ്മത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. നമ്മളെല്ലാം നമ്മുടെ ആ ഒരു ഉപാസന മാർഗം എല്ലാം തന്നെ കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആ കർമ്മശുദ്ധിയിലൂടെ മാത്രമേ നമുക്ക് അവബോധ വികസനത്തിന് വളരെ ആവശ്യമാണ്. അവബോധ വികസനം സാധ്യമാകൂ. അതുകൊണ്ട് നമുക്ക് ഈ അവബോധ വികസനം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞ ഒരു ഒബ്സ്റ്റക്കിൾ റേസ് ആണ്. ഒരുപാട് പല പല തടസ്സങ്ങളാണ് അതിന് വരുന്നത്. അത് വന്നു ചേരും. എങ്ങനെയാണ് ഇതില് ഏറ്റവും തടസ്സം വരുന്നതാണ് കർമ്മ നിയമങ്ങൾ. ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും പറയില്ലേ, എല്ലാ കർമ്മങ്ങൾക്കും പ്രതികർമ്മങ്ങളുണ്ട്. അപ്പം ഇതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന പുനർജന്മം. അപ്പൊ ഇത് നമ്മള് വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ ഒരു പ്രവർത്തന പദത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇത് നമ്മൾ അറിയുന്നത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഡെയിലി പ്രായോഗിക ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സ്. അപ്പൊ ഈ ഒബ്സ്റ്റക്കിൾ റേസ്, നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് മാറ്റുക. കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഈ പ്രധാന കർമ്മ നിയമങ്ങളും അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പുനർജന്മവും നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രവർത്തന പദത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതവും അവധാനത്തോടുകൂടി നിരീക്ഷിച്ചാൽ മതി. പൊരുത്തക്കേട് എന്ന് തോന്നാവുന്ന പല വസ്തുക്കളും നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ജീവിതത്തില് എല്ലാവരും തന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? നമ്മള് പലപ്പോഴും ഇത് പറയാറുമുണ്ട്. എന്താണ് നമ്മൾ ഈ അവധാനത്തോടെ നിരീക്ഷിച്ചാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ നമ്മുടെ ചുറ്റും നമ്മുടെ തോന്നേക്കാവുന്ന കുറെ കാര്യങ്ങള്, കുറെ വസ്തുതകള് പലരുടെയും ജീവിതത്തില് രോഗം, ദാരിദ്ര്യം, അക്രമങ്ങള്, ശിഥിലമായ ബന്ധങ്ങൾ തുടങ്ങി പല രീതിയിലും കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം, കണ്ടിട്ടുണ്ട്. നമ്മൾ ജീവിതത്തില് ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ മറ്റു ചിലരായിട്ട് ജീവിതത്തില് അനായാസേന കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അക്രമികള്, അസന്മാർഗികളായിട്ടുള്ള പലരും ഭൗതികമായിട്ടുള്ള ഒരുപാട് സുഖസമൃദ്ധിയിൽ കഴിയണു. എന്നാൽ അധ്വാനശീലരും ധർമ്മനിഷ്ഠരും സത്യസന്ധരുമായിട്ടുള്ള പലരും അവർക്ക് ജീവിത പരാജയം നേടി ആ ഒരു ദുഃഖം ഏറ്റുവാങ്ങണം, അല്ലെ? ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാറില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു എന്ന്. ശിഷ്ടന്മാർക്ക് എന്നും ദുഃഖമാണ്. ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥിതി വന്നു? ഇത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു നിയമം വന്നു ചേരുന്നത്? അനേക വ്യക്തികള് ആശ്വാസം പകർന്ന് ഉയർന്ന ആത്മീയ നിലയിൽ എത്തിയവർക്ക് പോലും സ്വയം രോഗങ്ങൾ ഏറ്റുവാങ്ങി ദുഃഖം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാമാന്യ ബുദ്ധിക്ക് ഇത് നമുക്ക് നിരക്കാത്ത കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസര്, രമണ മഹർഷി, വിവേകാനന്ദ സ്വാമിജി, ഇങ്ങനെ ഓരോരുത്തരെ എടുത്തു നോക്കിയാലും മാരകമായിട്ടുള്ള ശരീരത്തിന് വന്ന രോഗങ്ങൾ കൊണ്ട് അവര് കഷ്ടപ്പെടും. പക്ഷെ അവര് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരുടെ മനോബലം കൊണ്ട് അവര് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കർമ്മ നിയമങ്ങള്, സാമൂഹികമായിട്ടുള്ള കർമ്മ നിയമങ്ങള്, ഇതിനനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് ശാസ്ത്രം പറയുന്നു. നമ്മളിത് വ്യക്തമായി തന്ത്രശാസ്ത്രം പറയുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. കാരണം ഇത് കാൽപ്പനികമായിട്ടൊരു കഥയല്ല. നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചോ ഈ ഒരു ശാസ്ത്രത്തെ കുറിച്ചോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന പല പല ബുക്കുകളിൽ നിന്നുള്ള ആ ഒരു ശാസ്ത്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഇത് ശാസ്ത്രത്തെ ബേസ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തിക്കും കർമ്മ നിയമങ്ങൾ ബാധകമാണ്. ഇപ്പൊ വ്യക്തിഗത കർമ്മങ്ങള് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തി സ്വയം ആർജിക്കുന്നതാണ്. രണ്ടാമത്തെ കർമ്മത്തെ നമ്മൾ സമഷ്ടിഗത കർമ്മം എന്ന് പറയണു. സമൂഹം, രാജ്യം തുടങ്ങിയവര് കൂട്ടായി ആരംഭിച്ച കർമ്മം.
അപ്പൊ ഓരോ വ്യക്തിയെയും അവൻ ഉൾപ്പെട്ട സമൂഹത്തിന്റെ കർമ്മങ്ങളും കുറച്ചൊക്കെ ബാധിക്കുമില്ല എന്ന് പറയണില്ല. കാരണം നമുക്കറിയാം സമൂഹത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന മാരക രോഗം എല്ലാവരും അനുഭവിക്കുന്നു. പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും ആ രാജ്യത്തിലുള്ളവരെല്ലാം അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ അത് വ്യക്തിഗത കർമ്മങ്ങളിൽ പെടില്ല. അപ്പൊ കർമ്മ നിയമം എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാല് നമുക്ക് ജീവിത അനുഭവങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും പുതിയതായിട്ടുള്ള കർമ്മ നിയമ ലംഘനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനും വളരെ നമുക്ക് പ്രയോജനപ്പെടും. അപ്പൊ കർമ്മം, ആദ്യം നമ്മൾ ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കർമ്മം എന്നാൽ എന്താണ്? കർമ്മം എന്നാൽ പ്രവൃത്തി. ഒരു വൺ വേർഡ് ആൻസർ പറയുകയാണെങ്കിൽ പ്രവൃത്തി അതാൻ്റെ അർത്ഥം കർമ്മം. അപ്പൊ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? അല്ല. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ എന്താ പറയുക? ക്രിയ. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെല്ലാം ക്രിയയാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അത് എന്തായിട്ട് മാറി? കർമ്മമായിട്ട് മാറി. ഇതാണ് കർമ്മവും ക്രിയയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒഴികെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണോ, ഇതിന്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ ചെയ്ത ഇന്നത്തെ എല്ലാ കാര്യങ്ങളും എന്തായിട്ട് മാറി? കർമ്മമായിട്ട് മാറി. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കർമ്മവും ക്രിയയും തമ്മിൽ മനസ്സിലായല്ലോ. കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ക്രിയ. കാരണം ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തുകൊണ്ടേയിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അത് തൽക്ഷണം കർമ്മമായിട്ട് മാറും. പിന്നെ അവിടെ സ്ഥൂലമായിട്ടൊരു ബാഹ്യ രൂപം അതിനില്ല. ചെയ്ത് അവസാനിപ്പിച്ച ക്രിയയുടെ ഫലം ഉടനെയോ പിന്നെയോ അത് വന്നു ചേരും. അപ്പൊ ഇത് പ്രകൃതി നിയമമാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തിയും അത് നമ്മുടെ മനസ്സിൽ ഏർപ്പെട്ട വൈകാരികതയും അതാണ് അതിൽ ഏറ്റവും, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ മനസ്സിന്റെ റോൾ അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ പ്രതലത്തില് തന്മാത്രകളായിട്ട് സൂക്ഷിക്കപ്പെടും. അപ്പൊ അങ്ങനെ സൂക്ഷ്മഗതിയില്, അതായത് സൂക്ഷ്മ രീതിയില് സൂക്ഷിക്കപ്പെട്ട തന്മാത്രകളെയാണ് കർമ്മം, അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഇൻപ്രിൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആധുനികമായിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ നമ്മൾ എന്തൊക്കെയാ ആ ഒരു ശബ്ദങ്ങള്, വിവരങ്ങള്, ചിത്രങ്ങളൊക്കെ അരൂപികൾ ആയിട്ടുള്ള ഫയലുകളായിട്ട് സൂക്ഷിക്കുന്നു. പെൻഡ്രൈവ് എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു സാധനത്തിനകത്ത് എത്രയോ എന്താ പറയാ ഫയലുകളാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ നമുക്കത് സൂക്ഷ്മ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന പോലെ നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ആ ഒരു പ്രതലമാകുന്ന ചിത്തം എന്ന് പറയുന്ന മനസ്സിന്റെ ആവരണത്തില് നമ്മുടെ എല്ലാ കർമ്മങ്ങളും വളരെ വ്യക്തമായിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പൊ കർമ്മം, കർമ്മഫലം, അതുകൊണ്ടാണ് കർമ്മത്തെ കർമ്മഫലം പിന്തുടരുന്നത്. ഒന്നും മാറ്റാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ് അതിന്റെ സോഫ്റ്റ്വെയർ. നമ്മുടെ ഹാർഡ്വെയറിൽ നടക്കുന്ന നമ്മുടെ ശരീരം സ്ഥൂലം ചെയ്യുന്നതും മനസ്സ് ചെയ്യുന്നതും എല്ലാം അപ്പോഴെപ്പോഴും റെക്കോർഡ് ചെയ്യുക. അത് ആരാ കാരണം? പ്രകൃതി നമ്മളിൽ വെച്ചിരിക്കുന്ന ആ ഒരു അരൂപമായിരിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ അറിയാതെ അതെല്ലാം റെക്കോർഡ് ചെയ്യും. അപ്പൊ ഈ പടുകൂറ്റൻ ആൽമരം എത്ര വലുതാകണം, അതിന് എത്ര ഇലകൾ വേണം, കായ് എങ്ങനെ ഇരിക്കണം, അത് എത്ര കാലം ജീവിക്കണം, എല്ലാം ഒരു ആൽവിത്തിൽ രേഖപ്പെടുത്തിയതുപോലെയാണിത്. കാരണം ഒരു കുഞ്ഞ് ആൽവിത്ത്, അതിനകത്തൊരു പടുകൂറ്റൻ മരം ഉണ്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? അതുപോലെ ഒരു കോഴിമുട്ട വിരിഞ്ഞാൽ അതിനകത്തുനിന്ന് കോഴിയാണ് പുറത്തു വരുന്നത്. പക്ഷെ ആ കോഴിയുടെ നിറം എന്താ, അതിന്റെ രൂപം എന്ത്, അത് പൂവൻ കോഴിയാണോ പെടക്കോഴിയാണോ, അതിന്റെ ശബ്ദം എങ്ങനെ ഇരിക്കണം, അത് എത്ര കാലം ജീവിക്കണം, എല്ലാം ആ കോഴിമുട്ടയ്ക്കകത്ത് ആ ഒരു രേഖപ്പെടുക. അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് നേരിട്ട് അനുഭവമല്ലാത്ത രീതിയിൽ അരൂപം. അതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്ന എല്ലാം സ്ഥൂലമാണ്. അപ്പൊ അരൂപമായിട്ടുള്ള രീതിയിൽ അത് ആലേഖനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ പ്രകൃതിയുടെ സ്വന്തം സാങ്കേതിക വിദ്യയാണിത്, നമ്മുടെ അല്ല. നമ്മുടെ കർമ്മവും കർമ്മഫലങ്ങളും എല്ലാം തന്നെ കടുകിട വ്യത്യാസമല്ലാതെ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ പിന്തുടരാൻ കാരണം ഇതാണ്. അപ്പൊ നമ്മൾ ചോദിക്കണില്ലേ നമുക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചതെന്ന്? അതിന് വ്യക്തമായിട്ട് ഇപ്പൊ നമുക്കൊരു റീസൺ കിട്ടി. എന്താ കാരണം? നമ്മള് രേഖപ്പെടുത്തി, പോലീസിന് നമ്മള് കള്ളന്മാര് തന്നെ ഫയൽ കൊടുക്കുന്ന പോലെയാണ്. നമ്മള് തന്നെ നമ്മുടെ കർമ്മഫലങ്ങളെ രേഖപ്പെടുത്താൻ പ്രകൃതി നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഡിവൈസ് നമ്മുടെ ഉള്ളില് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറന്നുപോയേക്കാം കാലക്രമേണ. പക്ഷെ ഇത് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കർമ്മഫലങ്ങള് നമ്മളെ ജന്മാന്തരങ്ങളായിട്ട് പിന്തുടരുകയും ചെയ്യും. അപ്പൊ എന്താണ് കർമ്മം, കർമ്മ നിയമം, ഇവയൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതവും പ്രവർത്തന രീതികളും ചിട്ടപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമുക്ക്
ഇപ്പൊ മനസ്സിലായി കാണും എന്താണ് ക്രിയ, എന്താണ് കർമ്മം. അപ്പൊ നമ്മുടെ ജീവിത രീതി അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയാല്, ഈ കർമ്മത്തെ നമ്മൾ അറിഞ്ഞു പ്രവർത്തിച്ചാല്, നമ്മുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു സൂക്ഷ്മ തലങ്ങളില് നമ്മൾ വാസനാ ശരീരത്തെ കൂടുതൽ വികസിപ്പിക്കാതിരുന്നാല് നമുക്ക് എന്താ ഈ പറയുന്ന കർമ്മശുദ്ധി ഉണ്ടാവും. കർമ്മത്തെ ശുദ്ധമായിട്ട് എടുക്കാം. നമുക്ക് നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ 2008 ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഒരു ഡോക്ടർ ക്രൂസ് ലിറ്റൻ എന്ന് പറഞ്ഞിട്ട് ബയോളജി ഓഫ് ബിലീഫ്സ് എന്ന അതിന്റെ പേര്. ശരിക്കും അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ഓഫ് കോൺഷ്യസ്നെസ്, മാറ്റർ ആൻഡ് മിറക്കിൾസ് അതിന്റെ ആ ഒരു അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്. ബയോളജി ഓഫ് ബിലീഫ്സ്, അതെന്താണ് ഈ ബയോളജി ഓഫ് ബിലീഫ്സ്? സെല്ലുകള് വിവരങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു, അതെങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത്, ഈ പുസ്തകത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഗവേഷണത്തിന്റെ ആ ഒരു പ്രത്യാഘാതങ്ങള് ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ആ ഒരു പൊതുഗ്രാഹ്യത്തെ സമൂലമായിട്ട് മാറ്റുന്നുണ്ട്. ജീവിതം, അതായത് നമ്മുടെ ജീവിതം നമ്മൾ DNA ബന്ധപ്പെട്ട് കിടക്കുക അല്ലെ, പൂർവ്വജന്മാർജിത 7 ജന്മത്തെ കർമ്മ സിദ്ധാന്താണ് DNA എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീനുകള് ജീനുകളിൽ കൂടെ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ അംബിലിക്കൽ കോഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അംബിലിക്കൽ കോഡ് പ്രിസർവ് ചെയ്ത് അതിൽ നിന്ന് എടുത്ത് നമുക്ക് വലിയ വലിയ മാരക രോഗങ്ങൾക്ക് ചികിത്സിക്കുക എന്നൊക്കെ നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നമ്മുടെ ജീവശാസ്ത്രത്തെ, ഈ DNA-യും ജീനുകളും നമ്മുടെ ജീവശാസ്ത്രത്തെ നിയന്ത്രിക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന ബുക്കിനകത്ത് പറയുന്നത്. പകരം എന്തൊക്കെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? നമുക്കിത് ശരിക്കും അറിയില്ല. പക്ഷെ ഓരോരുത്തരുടെ വീക്ഷണങ്ങളും കൂടെ നമ്മൾ അറിയുന്നത് നല്ലതായിരിക്കും. കാരണം ഇദ്ദേഹം പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജസ്വലങ്ങളായിരിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെ സെല്ലുകളുടെ പുറത്തു നിന്നുള്ള സിഗ്നൽസ് ആണ് സെല്ലിനെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡി ആവട്ടെ, ഏത് ബോഡി എടുത്താലും ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിളിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അതൊരു യൂണിറ്റ് ആണ്. ഓരോ സെല്ലിനകത്തും DNA, RNA രേഖപ്പെടുത്തിയിരിക്കുന്നു. DNA നിയന്ത്രിക്കുന്നത്, അതായത് DNA നിയന്ത്രിക്കുന്നത് എന്താ പറയാ, വെളിയിൽ നിന്ന് വരുന്ന ചില അതിശക്തമായിരിക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട് വേവ്സ് ആണ്. ഇത് ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ജീനുകള് നിശ്ചിതവും മാറ്റമില്ലാത്തതും നമ്മുടെ പുറത്തുള്ള നിയന്ത്രണത്തിന് വിധേയമാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു ശാസ്ത്രം. അത് ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ സെല്ലിന് പുറമേ നിന്ന് വരുന്ന സിഗ്നൽസ് DNA എന്താ പറയാ ഓണും ഓഫും ആക്കും. കാരണം DNA ആക്ടിവേറ്റ് ചെയ്യിക്കുകയും ചെയ്യിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയണു. പല രോഗങ്ങളും വരാൻ കാരണം കാർമികമാണ്. കാർമിക തലത്തില് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് പല രോഗങ്ങളും വരുന്നത്. ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള ആ ഒരു എൻവയൺമെന്റ്, അതായത് പരിതസ്ഥിതിയാണ് DNA ഓഫാക്കാനും ഓണാക്കാനും പ്രേരിപ്പിക്കുന്നത്. ഈ തെളിവുകള്, കർമ്മ നിയമങ്ങളുടെ തെളിവുകള് നിശബ്ദമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ കർമ്മ നിയമങ്ങൾ നമ്മുടെ പ്രാചീന ഭാരതത്തിന്റെ ആ ഒരു സംഭാവനയാണ്. കർമ്മം നമുക്ക് അനുകൂലാത്മകമോ പ്രതികൂലാത്മകമോ ആവാം. അതായത് ചില കർമ്മങ്ങള് നമ്മുടെ അഭിവൃദ്ധിക്കും ആഹ്ലാദവും തരുന്ന കർമ്മങ്ങളായിരിക്കും. എന്നാൽ ചില കർമ്മങ്ങള് നമുക്ക് അധോഗതിയും വേദനയും തരുന്നതുമാകാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ നിയമം എന്നാല് നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. നമ്മള് വളരെ കൊച്ചിലെ മുതൽ കേട്ടിട്ടുള്ള ഒരു സത്യമാണ് അല്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ പോലെ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലാണ്, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം സർവ്വ നാടുകളിലും സർവ്വ ജനങ്ങളിലും സർവ്വ മതങ്ങളിലും ഉള്ളതാണ്. നമുക്ക് മാത്രം ഉള്ളതല്ല അത്. അപ്പൊ നല്ല പ്രവൃത്തികൾക്ക് നല്ല ഫലം, ചീത്ത പ്രവൃത്തികൾക്ക് ചീത്ത ഫലം അല്ലെ? ഇത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. നല്ല പ്രവൃത്തികള് ആത്മാവിനെ ശുദ്ധപ്പെടുത്തുമെന്നും ചീത്ത പ്രവൃത്തികള് ആത്മാവിനെ മലിനപ്പെടുത്തുമെന്നും ഇത് കർമ്മ നിയമത്തിന്റെ സാധ്യതയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് കർമ്മം രൂപീകൃതമാകുന്നത്? അത് നമുക്ക് ഒന്ന് നോക്കണം. എങ്ങനെയാണത്? ചിന്ത കൊണ്ടാണ് അല്ലെ? ചിന്ത കൊണ്ടാണ്, ശരീരം കൊണ്ടാണ്, വാക്കുകൾ കൊണ്ടാണ്. എല്ലാം തന്നെ മനസ്സിന്റെ പ്രതലത്തില് സൂക്ഷ്മ മുദ്രണങ്ങൾ നടത്തും. നമ്മളൊരു സ്ഥൂല ശരീരം കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആദ്യം എന്താ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ വരും. അതനുസരിച്ച് നമ്മൾ എന്താ ചെയ്യണം എന്ന് ആലോചിക്കും. പിന്നെ സ്ഥൂല ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യും. ഇനി സ്ഥൂല ശരീരം ഇൻവോൾവ് ചെയ്യാതെ വെറുതെ ഒരു കസേരയിൽ ഇരുന്നാൽ മതി. ബാക്കി കർമ്മങ്ങൾ മുഴുവൻ ആര് ചെയ്യും? മനസ്സ് ചെയ്തോളും. ഒരാളെ എങ്ങനെ ദ്രോഹിക്കണം, ഒരാൾക്ക് എന്തൊക്കെ ചീത്ത വരണം, അയാളെ എങ്ങനെ നശിപ്പിക്കണം, അയാളോടുള്ള എന്റെ വൈരാഗ്യം എത്ര കാലം സൂക്ഷിക്കണം, എവിടെ ഇരിക്കും? വെറും ഒരു സ്ഥലത്തിരിക്കുക, ഒരിടത്തും പോണ്ട. ഈ സ്ഥൂല ശരീരം ചെയ്യുന്നതിനേക്കാളും
ഒരുപാട് കർമ്മങ്ങള് മനസ്സ് ഒരിടത്തിരുന്ന് ചെയ്യും. അതും അതില് ഭീകരാണ്. അതേസമയം അതുപോലെ തന്നെ നല്ല കർമ്മങ്ങളും മനസ്സിന് ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്ക് ഒരാളെ സ്നേഹിക്കാം, ക്ഷമിക്കാം, ഒരാൾക്ക് നന്മ ചെയ്യാം, അയാളെ എങ്ങനെ കൈപിടിച്ചുയർത്താം. ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് ആണ്, അല്ലെ? അപ്പൊ ഈ രണ്ട് തോട്ട്സും നമ്മുടെ മനസ്സിന്റെ പ്രതലത്തില് സൂക്ഷ്മ മുദ്രണങ്ങൾ നടത്തും. ഭാരതം അതിനെ ചിത്തം എന്ന് വിളിക്കുന്നു. ഈ ചിത്തം നമുക്കറിയാം, വെസ്റ്റേൺ ഫിലോസഫി അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കുമ്പോൾ ഭാരതീയ പൈതൃകത്തിന്റെ ഒരു ദാനം എന്ന് പറഞ്ഞ ഒരു കണ്ടുപിടുത്താണ് ചിത്തം എന്ന് പറയുന്നത്, ചിത്തശുദ്ധി. കാരണം ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു ആവരണം, ഈ ആണവമലം പോലെ തന്നെ മാറ്റാൻ പറ്റാത്ത മനസ്സുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ആവരണമാണ് ചിത്തം. ഈ മനസ്സ് ആരുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്? ജീവാത്മാവ് എന്ന് പറയുന്ന അവബോധവുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ മനസ്സുമായിട്ട് ചേർന്നിരിക്കുന്ന അവബോധത്തെയാണ്. ഈ മനസ്സിന്റെ വളരെ നേരിയ ഒരു പാട പോലെ ഇരിക്കുന്നതാണ് ഈ ചിത്തം. അപ്പൊ നമുക്ക് ഒരേ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ മുദ്രണങ്ങള് പൂർവാധികം ശക്തിമത്താവും. ഒരു വെള്ളക്കടലാസ് എടുക്കൂ, എന്നിട്ട് അതില് നമ്മൾ ഒരു അക്ഷരങ്ങള് തെളിയാത്ത ഒരു പേന വെച്ച് എഴുതി എന്ന് വെക്കൂ. കുറെ പ്രാവശ്യം എഴുതി തെളിയുന്നില്ല. നമ്മൾ തെളിഞ്ഞ പേന കൊണ്ട് എഴുതുകയാണെങ്കിൽ വീണ്ടും 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 എഴുതുമ്പോ എന്താ സംഭവിക്കുക? ആ പേപ്പറിൽ പേപ്പർ കീറിപ്പോമില്ലേ, നമ്മൾ തെളിയാൻ വേണ്ടി. അതുപോലെയാണ് നമ്മുടെ ഈ പറയുന്ന ചിത്തം. ആ മുദ്രണങ്ങള് കൂടുതൽ ബലവത്തായിട്ട് ആ മുദ്രണത്തിന്റെ ഊർജ പ്രവാഹം തടയാനാവാതെ നമ്മുടെ ബോധ മനസ്സിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നാം സ്വയം ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ്, നമ്മൾ ഒരാളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു കർമ്മം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പണ്ട് ബൈഹാർട്ട് ചെയ്യായിരുന്നു. കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ കാണാതെ പഠിക്കുക, ഗുണന പട്ടികയൊക്കെ കാണാതെ പഠിക്കുക എന്ന് പറയും. എന്തിനാ കാണാതെ പഠിക്കുന്നത്? നമ്മുടെ മെമ്മറിയിൽ നിർത്താൻ, അല്ലേ? ആ മെമ്മറിയിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അറിവോ സമ്മതമോ ഒന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ അത് ഓർമ്മ വരും. അതുപോലെയാണ് ഈ കർമ്മങ്ങള്. കാരണം നല്ലതോ ചീത്തയോ രണ്ടുമാവട്ടെ, അത് നമ്മൾ വീണ്ടും 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 ചെയ്യുമ്പോൾ അത് വളരെ ശക്തമായിട്ട്, കാരണം നമ്മുടെ മനസ്സ് അത്രയ്ക്കും ഭയങ്കര ശക്തമാണ് നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി. വീണ്ടും വീണ്ടും ചെയ്യുന്ന കർമ്മങ്ങള് ബലവത്തായിട്ട് നമ്മുടെ ആ മനസ്സിന്റെ പ്രതലത്തില് അതിന്റെ ഇൻപ്രിൻസ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കാതെ തന്നെ ഇത് അവിടെ ഉണരും. അത് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത പ്രവർത്തികളെ ചെയ്യിക്കും. ഈ മുദ്രകളെയാണ് സംസ്കൃതത്തിൽ നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ മലയാളത്തില് വാസനകൾ എന്ന് പറയുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട തലമാണിത്. നമ്മുടെ പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന മുദ്രണങ്ങൾ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഒരു പ്രാവശ്യം അതുകൊണ്ടാണ് ശീലമാക്കൂ എന്ന് പറയുന്നത്. എന്താ ശീലം? 21 ദിവസം ചെയ്യുമ്പോൾ ശീലമായിട്ട് മാറും. നമ്മളത് കാണാതെ പഠിക്കും, നമുക്ക് സ്വായത്തമാകും. അതുപോലെയാണ് നമ്മുടെ കർമ്മങ്ങൾ. ചീത്തയായാലും നല്ലതായാലും വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തി വെച്ചത് നമ്മളെ കൊണ്ട് പിന്നെ ചെയ്യിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് അതിന് അടിമയായിട്ട് തീരും. ഇതൊരു വലിയ വിഷമവൃത്താണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ പ്രവൃത്തി മുദ്രണങ്ങൾ ഉണ്ടാക്കണു, മുദ്രണങ്ങൾ പ്രവൃത്തി ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കണു. നിത്യജീവിതത്തിൽ നാം കാണുന്ന പലതിന്റെയും പുറകില് ഉള്ള രഹസ്യം ഇതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ എന്തൊക്കെയാ കാണുന്നത്? മദ്യപാനം, നമ്മൾ ഡ്രഗ്സ്, പുകവലി, നുണ പറയല്, വൈകി ഉറങ്ങല്, വൈകി എഴുന്നേൽക്കല്, കോപം, വൈരാഗ്യം, പരദൂഷണം, മൊബൈൽ ഫോൺ. ഇന്നത്തെ നമുക്ക് ഏറ്റവും ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്ന സംഭവമാണ് മൊബൈൽ ഫോൺ. എല്ലാവർക്കും അതൊരു അഡിക്ഷൻ ആയിട്ട് മാറി. എന്താ അഡിക്ഷൻ? നമ്മളൊരു കാര്യം വീണ്ടും 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 ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ ശക്തമായിരിക്കുന്ന, അത് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ശക്തമായിരിക്കുന്ന ഇംപ്രിൻസ് അത് സ്വയം അതിനൊരു ശക്തി ആർജിച്ചെടുക്കും. പിന്നെ വേണ്ടാന്ന് പറഞ്ഞാലും ആ സമയമാകുമ്പോ, മദ്യപാനികൾക്കെല്ലാം അറിയാം, ഒരു പ്രത്യേക സമയമാകുമ്പോ അവർക്ക് മദ്യം കഴിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്തൊരു നമ്മൾ മദ്യപാനത്തിന്റെ ഒരുപാട് നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ എന്താ കാണുന്നത്? അവര് ഡി അഡിക്ഷൻ, അതിലോട്ട് അഡിക്ഷൻ ആയിപ്പോയി, അവർ ആസക്തരായിപ്പോയി, അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് വേറെ മരുന്നുകളും ഉണ്ട്. മനസ്സിന്റെ പ്രതിപ്രവർത്തനത്തെ മാറ്റിക്കൊണ്ട് അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ രോഗികളായിട്ട് താമസിപ്പിക്കുക. കാരണം അവർക്ക് ആ സമയത്ത് കയ്യും കാലും മറയ്ക്കും, സ്ഥൂല ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ബ്ലഡിൽ വരുന്ന കൗണ്ടുകളുടെ മാറ്റം വരും, അവർ ഭ്രാന്തരെ പോലെ പെരുമാറും, മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകും. ഇതുപോലെ തന്നെയാണ് ഡ്രഗ്സ്, പുകവലി,
ചിലർക്ക് ചിലരെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക, ഇല്ലേ? വൈകി ഉറങ്ങുക, രാത്രി 12 മണിക്ക് നമ്മളൊരു 8:30 മണി 9 മണി മാക്സിമം 10 മണി വരെ ഇരിക്കുക. ചിലരെന്ത് ചെയ്യും, 1 മണി വരെ 2 മണി വരെ ഇരിക്കുക, രാവിലെ 10 മണി വരെ ഉറങ്ങുക. ഇതൊക്കെ പിന്നെ എന്താ, ശീലമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തെ ചെയ്യാൻ പറ്റൂ. കാരണം എന്താ, മനസ്സിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു ടൈംഡ് ഹോഴ്സിനെ പോലെയാണ്, നമുക്ക് അതിനെ ശിക്ഷിച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എന്നും ചെയ്ത് അതിനെ ശീലമാക്കി കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഡി അഡിക്ഷൻ മരുന്നിന്റെയും മന്ത്രത്തിന്റെയൊക്കെ പ്രയോഗം അവിടെ വരും. കാരണം അതുമായിട്ട് അടിമപ്പെട്ടു പോയി. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ചെറിയ തോതിൽ ആരംഭിച്ച് അവസാനം എല്ലാറ്റിലും തികഞ്ഞ ആസക്തി ഉള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധനയിലും ഇങ്ങനെ തന്നെയാണ്. കാരണം നമ്മള് സാധനയൊക്കെ ചില സമയത്ത് മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും ഏർപ്പെടുകയാണെങ്കിൽ പിന്നെ അതിലോട്ട് കയറാൻ മനസ്സ് വിസമ്മതിക്കും, അല്ലെ? അപ്പൊ ന്യൂനതയും അതുപോലെയാണ്. നമ്മുടെ ആ ഒരു ന്യൂനതയിൽ മാത്രമല്ല, നമ്മുടെ എന്താ പറയാ, നന്മയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. കാരണം ഇതൊരു ശീലമാക്കണം. നമ്മുടെ ജീവിതത്തില് നന്മയും തിന്മയുമാണല്ലോ നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും, അല്ലെ? അപ്പൊ നല്ല കർമ്മങ്ങളായിക്കോട്ടെ, കൃത്യനിഷ്ഠ, രാവിലെ ഇത്ര സമയത്ത് ഞാൻ എണീക്കും, സൗമ്യമായിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ നല്ല സംഗീത അഭ്യാസങ്ങള്, ശരിയായിട്ടുള്ള ആഹാര രീതികള്, പോസിറ്റീവ് തോട്ട്സ്, നല്ല കാര്യങ്ങളിലെ ഞാൻ ഇടപെടുള്ളൂ. ആ ഇന്റലിജൻസ്, നമ്മൾ എന്തിലൊക്കെയാണോ ഇടപെടുന്നത് അതൊരു നിഷ്ഠയോടെ ചെയ്യുകയാണെങ്കിൽ ആ പോസിറ്റീവ് എല്ലാം തന്നെ നമുക്ക് ആ ഒരു ഫലവത്തായിട്ട് നടക്കുന്നതും കാണാം. അപ്പൊ എന്താണ് നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കർമ്മങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഇത്. കാരണം കാണാപ്പാഠം പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കാനാണ്. അതുപോലെ എന്താ പറയാ, ഈ പറയുന്ന വീണ്ടും വീണ്ടും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ വളരെയധികം നമ്മളെ സ്വാധീനിക്കും. പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ, കണ്ണുകെട്ടാത്ത കുതിരയെ പോലെ അത് മനസ്സിനെയും കൊണ്ട് പാഞ്ഞ് നമ്മുടെ അവസാനം അധോഗതിയിൽ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെയാണ് സത്കർമ്മങ്ങളും. പോസിറ്റീവ് കാര്യങ്ങള് ജീവിത അവസാനം വരെ നമുക്ക് നിഷ്ഠയോടുകൂടി ചെയ്യുക. എന്തൊക്കെ നമ്മൾ പ്രലോഭനങ്ങൾ വന്നാലും സൗമ്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ആ ഒരു അതിനെയാണ് ആചാര അനുഷ്ഠാനങ്ങൾ. ഈ ചര്യ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ എന്തിനാണ്, നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം നിത്യ നൈമിത്തിക കാമ്യ കർമ്മങ്ങളിലെ നിത്യകർമ്മങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ആ ഒരു കർമ്മവാസനകൾ കുറയ്ക്കാനുമാണ്. അപ്പോ നമ്മുടെ മാതാപിതാക്കന്മാര്, കുടുംബം, ജോലി, വിവിധ ജീവിത അനുഭവങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, മരണം തുടങ്ങിയ എല്ലാ അനുഭവങ്ങളെയും രൂപപ്പെടുത്തുന്നതും ഈ അനുഭവങ്ങളുടെ തീവ്രത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതും അതുവരെ നമ്മൾ ആർജിച്ചിരിക്കുന്ന കർമ്മം അനുസരിച്ചിട്ടാണ്. കാരണം ഇതാണ് നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തില് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന തലങ്ങള്. കുടുംബം, ജോലി, വിവിധ ജീവിത അനുഭവങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, ഇല്ലേ? നമ്മുടെ ഇഷ്ടജന വിയോഗം, അതാണ് മരണം. ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ അനുഭവങ്ങള്, നമ്മൾ ഒറ്റപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ തീവ്രമായിട്ട് അതിന് അടിമപ്പെട്ടു പോകും. അപ്പൊ നമ്മളൊരു നല്ല ഒരു വ്യക്തി, നല്ല ഒരു സന്തുലിതമായിട്ടുള്ള മനസ്സോടുകൂടിയ വ്യക്തിത്വമാണെങ്കിൽ നമുക്കതിനെ നേരിടാൻ, നമുക്കത് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും, എനിക്ക് എങ്ങനെ എന്റെ മനസ്സിന് ഇത്രയും ബലം കിട്ടി, എവിടുന്ന് കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ കർമ്മ നിയമത്തില് നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ്. അപ്പൊ കൂടുതൽ മനസ്സിലാകുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലായി വരും. കാരണം ജീവിതം എന്നത് നമ്മൾ ചുറ്റും കാണുന്ന ജനന മരണങ്ങൾക്കുള്ളിൽ മാത്രം പ്രകടമാകുന്ന ഒരു പ്രതിഭാസമല്ല എന്ന്. കാരണം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എണ്ണിയാൽ തീരാത്ത രൂപഭാവങ്ങളോടുകൂടിയ നമ്മൾ കാണുന്ന എല്ലാ ജീവിതങ്ങൾക്കും അപ്പുറം നിരതിശയവും സനാതനവും ആദ്യ അവസാനമില്ലാത്തതുമായിട്ടുള്ള ഒരു പരാസംവിത്ത് എന്നുള്ള ഏക ജീവനിലാണ് നമ്മൾ ജനിക്കുകയും മരിക്കുകയും ജീവിക്കുകയും എല്ലാം ചെയ്യുന്നത്, അല്ലേ? ആ പരാസംവിത്ത് എന്ന് പറയുന്ന ബോധത്തിലാണ്, അതിൽ നിന്നാണ് നമ്മൾ വരുന്നത്, അതിലാണ് നിൽക്കുന്നത്, തിരിച്ചതിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളാം. കാരണം ഇത് നമ്മുടെ ഒരു ചെറിയ ജീവിതം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഈ ഉപാധിക്ക് കഴിയുമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് എവിടെയാണ്, നമ്മൾ ഈ ചെറിയ ശരീരം വരുന്നത് എവിടെയാണ്, അത് തിരിച്ച് നഷ്ടപ്പെട്ടു പോയിട്ട് ഈ മനസ്സ് പോകുന്നത് എവിടെയാണ്. നമ്മുടെ ഈ സ്വകാര്യ വ്യക്തി ജീവിതം സംഭവിക്കുന്നത് ഈ ഒരു പരാസംവിത്ത് എന്ന് പറയുന്ന ബോധമണ്ഡലത്തിലാണ്. ഒരു ജന്മത്തിന് മുമ്പും നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഈ ജന്മത്തിന് മുമ്പേ 100 കണക്കിന് ജന്മങ്ങള് നമ്മൾ ജനിച്ചിട്ടുണ്ട്, വിവിധ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്.
ഓരോ ജന്മത്തിലും നമ്മുടെ ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികൾ കൊണ്ട് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ക്രിയകൾ ചെയ്ത് ക്രിയകൾ ചെയ്ത് അതിനെ കർമ്മങ്ങളാക്കിയിട്ടുണ്ട്. ആ കർമ്മങ്ങൾക്ക് ഊർജം കൈക്കൊണ്ട് വീണ്ടും വീണ്ടും ജന്മങ്ങളായിട്ട് വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കാം. കാരണം ഇത് എന്താ പറയുക, വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സ്ഥൂല ശരീരത്തെ കൈക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ജന്മം. അപ്പൊ നമ്മൾ തീർച്ചയായും കർമ്മ നിയമത്തിന് വിധേയരായിട്ട് ഒരു ശരീരം സ്വീകരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. ഇല്ലെങ്കിൽ ശരീരം സ്വീകരിക്കില്ല. സ്വീകരിച്ചു കഴിഞ്ഞപ്പോ കർമ്മ നിയമമോടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതാണ് കർമ്മ നിയമത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇനി കർമ്മ നിയമങ്ങൾ എന്ന് പറയുന്നത് ആ കർമ്മങ്ങൾ എന്താണ്? കർമ്മത്തെ നമുക്ക് 3 വിധത്തിൽ പറയാം. ഒന്ന് സഞ്ചിത കർമ്മം. എന്താണ് സഞ്ചിത കർമ്മം? ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ സൃഷ്ടിച്ച് ശേഖരിച്ച് ഒരു സഞ്ചിതം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, സഞ്ചിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത് ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മത്തിന്റെ വിത്തുകള് പ്രധാനപ്പെട്ട് മനസ്സിലാക്കണം. കർമ്മത്തിന് വിത്തുകള്, കാരണം അതിന് പൊടിക്കാൻ പാകത്തിലുള്ള സാഹചര്യം കിട്ടുമ്പോഴേ അത് പൊടിക്കുള്ളൂ അല്ലെ, മുളയ്ക്കുള്ളൂ. ഇത് പാകമാകാതെ മുളയ്ക്കാത്ത വിത്തുകളാണ്. ശാസ്ത്രം അതിനെ നമ്മൾ അമ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ആവനാഴിയായിട്ടാണ് ഉപമിക്കാറുള്ളത്. കാരണം ആ ഒരു അമ്പ് ദേവിയുടെ കയ്യില് നമുക്കറിയാം, മനോരൂപേക്ഷു കോദണ്ഡ, ആ ഒരു പഞ്ചതന്മാത്ര സായക അമ്പ് വെച്ചിരിക്കുക അമ്മ ഒരു കയ്യില് മനസ്സാകുന്ന കരിമ്പ് വില്ല്. അപ്പൊ എപ്പോഴാ ഇത് നമുക്ക് പാകമാവാത്ത വിത്ത് നമ്മൾ ആവനാഴിയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ആവനാഴിയില് അമ്പാണ് വെച്ചിരിക്കുന്നത്. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോ ആ ഒരു ശബ്ദ സ്പർശ രൂപരസ തന്മാത്രകളിലൂടെ പ്രപഞ്ചത്തിലെയും എപ്പോഴ് ഈ ഒരു സ്ഥൂല ശരീരം കിട്ടുമ്പോൾ അത് ഇതിനെ നമുക്ക് എന്താ ബീജങ്ങളോട് താരതമ്യപ്പെടുത്താം. മുളയ്ക്കാത്ത വിത്തുകൾ നമ്മളത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇല്ലേ. പണ്ട് പത്തായം പോലെ നെല്ലറകളിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും, വിത്ത് ഉണക്കി സൂക്ഷിച്ചു വെച്ചേക്കും. എപ്പോഴാ കാലം വരുമ്പോ പ്രകൃതി അനുകൂലമാവുമ്പോ അത് വിതച്ച് കൊയ്യും. അപ്പോ ഭഗവാൻ പറയണു, നമ്മുടെ ശരീരം ഒരു വയലാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ. ഈ ക്ഷേത്രം വയല്, അതായത് വിളനിലമാണ്. നിന്റെ കർമ്മങ്ങള് ആ ഒരു വിതയ്ക്കാനും അതിന്റെ ഫലങ്ങൾ കൊയ്യാനും പറ്റുന്ന വളരെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന ഒരു വയൽ എവിടെയാണ്? നിന്റെ ശരീരമാണ്. അപ്പൊ അത് ക്ഷേത്രമാണെങ്കിൽ എന്താവണം? ക്ഷേത്രം എന്ന് പറയുന്നതിനും ക്ഷേത്രജ്ഞനും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞ വയലെന്ന് അർത്ഥമുണ്ട്. അപ്പൊ ക്ഷേത്രജ്ഞനെ അറിഞ്ഞാല് ഈ വയലിൽ വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒക്കെ ആരാ? ഈ ക്ഷേത്രജ്ഞന്റെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് എന്ന് മനസ്സിലാക്കണം. ക്ഷേത്രജ്ഞൻ ഞാനാണ്, ഈ ശരീരമാകുന്ന വ്യക്തിയാണ്, ശരീര മനോബുദ്ധികളാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ജീവനുകൾക്ക് എന്ത് ചെയ്യുന്നു? കർമ്മം ബാധ്യതയായിട്ട് തീരണം. അപ്പൊ ശാസ്ത്രം ഇതിനെ അമ്പുകളായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആവനാഴിയാണ് ആ ഉപമിക്കുന്നത്. കാരണം ഇതിനെ എപ്പോ വേണമെങ്കിലും തൊടുക്കാം ഈ പ്രപഞ്ചത്തിലോട്ടില്ലേ, അങ്ങനെയുള്ള അമ്പുകള്. ഇത് രണ്ടിനെയാണ് നമ്മൾ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുന്നത്. 2 പ്രാരാബ്ധ കർമ്മം. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജനിച്ചു കഴിഞ്ഞു, പ്രാരാബ്ധം കൊണ്ടാണ് ജനിക്കുന്നത്. പ്രകർഷേണ ആരബ്ധമായ കർമ്മങ്ങള്. ആരബ്ധം എന്ന് പറഞ്ഞാൽ ആരംഭിച്ച കർമ്മങ്ങള്. എപ്പോഴാ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്? ശരീരം കിട്ടുമ്പോ അല്ലേ. ജനിച്ചു കഴിഞ്ഞാല് മരണം വരെയുള്ള പ്രാരാബ്ധ കർമ്മങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞ കർമ്മങ്ങളാണ്. ആവനാഴിയിലെ ഒരു ശരം എടുത്ത് തൊടുത്ത് വിട്ടു കഴിഞ്ഞു, വിത്ത് വിതച്ച് മുളച്ചു കഴിഞ്ഞു, അത് മുളച്ചും കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ശരം അതിന്റെ സഞ്ചാരപഥത്തിലെ പ്രയാണത്തിലാണ്, അത് തിരികെ എടുക്കാനാവില്ല. അത് ഭവിച്ചു തന്നെ, അതായത് അനുഭവിച്ചു തന്നെ തീരണം. കാരണം ആ അമ്പ് ചെന്ന് തറയ്ക്കേണ്ടടുത്ത് തറച്ചു തന്നെ തീരണം. അതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. അത് അനുഭവിച്ച് തീരേണ്ടതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോരുത്തര് കട്ടിലിൽ കിടക്കുക 10 വർഷം 8 വർഷമൊക്കെ നമ്മൾ പറയില്ലേ അനുഭവിച്ച് തീരണം. പ്രാരാബ്ധ കർമ്മങ്ങളാണ്. അനുഭവിച്ചതിന് ശേഷം അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ചിലപ്പോ വെന്റിലേറ്ററിലായിരിക്കും കിടക്കുന്നത്. കുറച്ച് രൂപ കൂടുതൽ അതിന് ഒരുപാട് ചെലവാക്കി അവരിങ്ങനെ വെറുതെ വെജിറ്റബിൾ പോലെ ഇങ്ങനെ കട്ടിലിൽ കിടക്കും. എന്നാലും നമ്മൾ പറയും പ്രാരാബ്ധ കർമ്മം അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ശരീരം വിട്ടു പോവുള്ളൂ എന്ന് പറയും. ഇതിനെയാണ് പ്രാരാബ്ധം. ആരംഭിച്ചു, ശരീരം വന്നു കഴിഞ്ഞു, അപ്പൊ അതിനൊരു അവസാനം നിശ്ചയിച്ചിട്ടുണ്ട്. ആര്? ഇതൊക്കെ നമുക്ക് തരുന്നത് ആരാ? പ്രകൃതിയിലെ കുറച്ച് പിഷഗ്വരന്മാർ. അവരുടെ കർമ്മം, അവരുടെ ജോലിയാണ് ഇതെല്ലാം.
അപ്പോ ഈ ഒരു എന്താ പറയാ അനുഭവം എന്ന് പറയുന്നത് ആ ഒരു ശരം വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം അതിനു മുമ്പേ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് അനുഭവിച്ച് അവസാനിക്കുന്നത്. ഇതാണ് പ്രാരബ്ധ കർമ്മം. മൂന്നാമത്തത് ക്രിയമാണ കർമ്മം. മൂന്നാമത്തെ കർമ്മത്തിന്റെ പേരാണ് ക്രിയമാണ കർമ്മം. മറ്റൊരു കർമ്മമായിട്ട്, അതായത് മറ്റൊരു കർമ്മമായിട്ട് മാറാൻ എല്ലാ സാധ്യതകളും ഉള്ള ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതാണ് ക്രിയമാണ കർമ്മം. അതായത് ഒരു ക്രിയ കർമ്മമായിട്ട് അഥവാ വിത്തായിട്ട് മാറിയിട്ടില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുക. എടുക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും അതിന്റെ ആരാ? നമ്മളാണ് അധികാരി, ഇല്ലേ? പ്രയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് സൂക്ഷിക്കുക, ചെയ്യണോ വേണ്ടയോ, അപ്പൊ നമ്മൾ അതിനെ ക്രിയകളാക്കി മാറ്റണോ എന്ന് നമുക്ക് എന്താ പറയാ ആ ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ഈ ക്രിയമാണ കർമ്മം എന്ന് പറഞ്ഞാല് വേറൊരു കർമ്മത്തിന്റെ വിത്തായിട്ട് മാറാതെ, അതായത് നമ്മുടെ ശാസ്ത്രത്തിന്റെ ഉപമ വെച്ച് പറയുകയാണെങ്കിൽ ആവനാഴിയിൽ നമുക്ക് അമ്പ് എയ്യണ്ട, നമുക്ക് സൂക്ഷിച്ചു വച്ചേക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് പ്രയോഗിക്കാത്ത ശരം, അല്ലെ? നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ല, കാരണം ഇനി ഉണ്ടാക്കി വെച്ചിരിക്കണേ ഉള്ളൂ, തൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഇപ്പൊ ക്രിയമാണ കർമ്മം എന്ന് പറഞ്ഞാല് ആ ഒരു ശരം നിർമ്മിക്കാനുള്ള എല്ലാ അസംസ്കൃത പദാർത്ഥങ്ങളും തയ്യാറാണ്. നമുക്ക് നിർമ്മിക്കുകയോ നിർമ്മിക്കാതിരിക്കുകയോ ചെയ്യാം. അവിടെ മാത്രമാണ് നമുക്ക് ഫ്രീ വില്ലുള്ളത്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഇത് രണ്ടും നമ്മുടെ കയ്യില്. പക്ഷെ എപ്പോ ചെയ്യുന്നു, എപ്പോ ആ ഒരു ക്രിയ ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി അത് എന്തായിട്ട് മാറി? കർമ്മമായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ഈ ഒരു ക്രിയമാണ കർമ്മം, 3 കർമ്മങ്ങൾ നമ്മൾ വളരെ നന്നായിട്ട് അറിയണം. കാരണം ഇത് മൂന്നുമാണ് നമ്മുടെ ജീവിതത്തെ ഒരുപാട്, നമ്മുടെ പ്രായോഗിക ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നത്. അതിന്റെ ആ ഒരു കർമ്മഗതിയെ നിയന്ത്രിക്കുന്നതെന്നെല്ലാം മനസ്സിലാക്കണം. അപ്പോ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ. കാരണം പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യണം. കാരണം ക്രിയകൾ ചെയ്യുമ്പോൾ അത് കർമ്മമായിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ ചീത്ത കർമ്മങ്ങൾ ആണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുക. അപ്പൊ ജീവിത അനുഭവങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചാല് ക്രിയമാണ കർമ്മങ്ങള് നമുക്ക് ഇല്ലാതായിട്ട് വരുന്ന കാണാം. ഇതൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് എപ്പോഴും അവന്റെ കർമ്മങ്ങൾ ശുദ്ധമായിട്ടിരിക്കും. ശുദ്ധം എന്ന് പറഞ്ഞാൽ ക്രിയകൾ ശുദ്ധമാവും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്രയും പറയുന്നത്. ഇത് തിരിച്ചറിയാതെയാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ പുതിയ അമ്പ് അഥവാ വിത്ത് ഉണ്ടാക്കാൻ കാരണമായിട്ട് തീരും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാല് പുതിയ ശരമായിട്ട് ആവനാഴിയിലേക്ക് പോയി സഞ്ചിത കർമ്മമായിട്ടത് മാറും. അപ്പൊ സഞ്ചിത കർമ്മം എന്ന് ഒന്നുണ്ട്. അപ്പൊ നമുക്കിത് പറയാൻ കാരണം ഇത് നമ്മൾ മാത്രമല്ല, വെസ്റ്റേൺ സയന്റിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടന്റെ ചലന നിയമം അല്ലെ അനുസരിച്ചുള്ള ശാസ്ത്രം നമുക്കറിയാം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് അമ്പിന്റെ നിയമമാണ്. കാരണം ചെന്ന് തറച്ചു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചുള്ള വരവ് നമ്മുടെ നേർക്ക് തന്നെയായിരിക്കും. ഓരോരുത്തരും ചെയ്യുന്ന, ആർക്കെതിരെ ചെയ്താലും, പ്രകൃതിക്കെതിരെ ചെയ്താലും, മനുഷ്യനെതിരെ ചെയ്താലും, എന്തിനെതിരെ ചെയ്താലും. ഇതുകൊണ്ടാണ് നിങ്ങൾ സമർപ്പിക്കൂ എന്ന് പറയുന്നത്. സമർപ്പണ ബുദ്ധിയോട് ചെയ്യൂ. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഒരു മഹാശക്തി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളത് എന്താ പറയാ ചെയ്യാനോ എടുക്കാനോ കൊടുക്കാനോ ഒന്നുമില്ല. ആ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും ശരീരങ്ങളായിട്ട് കണ്ടിട്ട് നമ്മുടെ കർമ്മങ്ങൾ കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയെ സ്വഭാവത്തെന്ന് പറയുന്ന ക്ഷമാപണ സ്തോത്രം സദാ പറയുക. അപ്പൊ എന്താ അവിടെ സമർപ്പണം വന്നു. അപ്പൊ നമ്മൾ പുതിയ ശരമൊന്നും ആവനാഴിയിലേക്ക് കൊണ്ടുപോകണില്ല. അപ്പൊ സഞ്ചിത കർമ്മങ്ങളുടെ നമ്മുടെ സഞ്ചി വലുതാകുന്നില്ല. അപ്പൊ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് ഈ ന്യൂട്ടന്റെ തിയറിക്ക് ഉള്ളതാണ്. കാരണം അതിനകത്ത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തതാ. അതുകൊണ്ട് പിന്നെ ചോദ്യോത്തരങ്ങൾ അവിടെ ഇല്ല. ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ കാര്യകാരണ നിയമം. കാര്യമില്ലാതെ കാരണമില്ല, കാരണമില്ലാതെ കാര്യമില്ല. നമ്മൾ വിചാരിച്ചോളൂ ഇത് എന്തുകൊണ്ട്? നമ്മൾ കാര്യങ്ങളെ മാത്രം ശ്രദ്ധിക്കും, കാരണങ്ങളെ ചിന്തിക്കാറേ ഇല്ല. കാരണങ്ങളെല്ലാം ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മൾ വിരൽ ചൂണ്ടും. കാരണം അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ. പക്ഷെ സത്യം എന്താണ്? കാര്യവും കാരണവും കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ കാരണം ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടാവും, കാരണം ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. അപ്പൊ കാരണത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ പ്രകൃതി നിയമമാണ്
കർമ്മ നിയമങ്ങൾക്ക് അടിസ്ഥാനം പ്രകൃതി എന്നാൽ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം. ഇതിനെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതാണ് ഈ പ്രകൃതി. ഇപ്പൊ പ്രപഞ്ചത്തെ ഒറ്റ വാക്കിൽ വിവക്ഷിക്കുന്ന ഒരു പദമാണ് പ്രത്യക്ഷത്തിൽ കാണാതിരിക്കുന്ന ഒരു ലോകമുണ്ട്. ഈ പ്രകൃതി എന്ന് നമ്മൾ പറയണില്ലേ? അപ്പൊ ഇതിന് നമുക്ക് എന്താ പറയാ, കാണാതെ ഇതിന്റെ എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിസ്ഥാന തത്വമുണ്ടെന്ന് നമ്മൾ അറിയണം. നമ്മുടെ സ്ഥൂല ശരീരം കാണുവാൻ കഴിയാത്ത സൂക്ഷ്മ ശരീരവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എപ്പോഴാണോ, കാരണം ഇതിനെ നടക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു, നമ്മളിലെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഇതാരാ ചെയ്യിക്കുന്നത്? നമുക്ക് കാണാത്ത ഒരു സോഫ്റ്റ്വെയർ ഇതിനകത്തുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത് വളരെ വ്യക്തമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞു, രാമന്റെ ശരീരം ഇല്ലേ? രാമന്റെ ശരീരം, അത് രാമനാണോ? അല്ല. രാമൻ പോയി കഴിഞ്ഞാൽ ശരീരം ചലനം ഇല്ലാത്തതായിട്ട് തീരും. അതുപോലെ നമ്മുടെ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ അകത്തിരിക്കുന്ന സൂക്ഷ്മ ശരീരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ്. ഏത് ഫോണും അതിന്റെ സിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ കളയിലെ പ്രവർത്തനരഹിതമായിട്ട് തീരും. അപ്പൊ അതുപോലെ കാണപ്പെടുന്ന ലോകത്തിന് ആധാരമായിട്ട് കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മ ലോകമുണ്ടെന്നുള്ളത് വളരെ വളരെ എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു സൂക്ഷ്മ ലോകം ഉണ്ട്. ഇപ്പൊ കാണാൻ കഴിയാത്ത ഭൗതിക പദാർത്ഥങ്ങളെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ സയൻസ് അല്ലെ, സയൻസിന്റെ വിഷയം. അതുപോലെ കാണാൻ കഴിയാത്ത സൂക്ഷ്മ ലോകത്തിന് നിയമങ്ങളുണ്ട്, കർമ്മ നിയമങ്ങള്. അപ്പൊ ഇതിലൊന്നാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ, അതായത് സ്ഥൂല സൂക്ഷ്മ ലോകത്തിലെ നിയമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ന്യൂട്ടോണിയൻ സയൻസ് അല്ലെ, ക്വാണ്ടം ഫിസിക്സ്, അതിന്റെ നിയമങ്ങൾ തമ്മിലുള്ള അന്തരം നോക്കിയാൽ മതി. കാരണം നമ്മുടെ കർമ്മ നിയമങ്ങളുടെ അതേ രീതിയിൽ തന്നെയാണ് ഈ വെസ്റ്റേൺ ഫിലോസഫിയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ കാരണം കർമ്മ നിയമങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഇത്രയും കാലം പറയും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല എന്നാണ് നമ്മുടെ എന്താ പറയുക, നമ്മളെല്ലാം നമുക്ക് അറിയാതെ ചെയ്താൽ ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കും. ഒരാളുടെ കാലിൽ നമ്മൾ ബസ്സിൽ കയറി, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ കാരി ചവിട്ടി, നമ്മൾ വെറുതെ റോഡിന്റെ അടുത്തൂടെ നടന്നുപോയി, ആ ഒരു വണ്ടി വന്ന് ഓട്ടിക്കുന്ന ആളിന്റെ ആ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മളെ ഇടിച്ചു, നമ്മുടെ കാലിനും കൈക്കും പരിക്ക് പറ്റിയില്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചുപോയി. ഇതിനൊക്കെ നമ്മൾ അറിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ കുറ്റമില്ലായിരുന്നു, പക്ഷെ വന്ന് ഇടിച്ച ആളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്താ കർമ്മ നിയമവും, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് മാപ്പ് തരണമെന്ന് ആരോടാ നമ്മൾ പറയുന്നത്? കാരണം അവിടെ ഇങ്ങനെ ഒരാളല്ല വിധി നടപ്പാക്കുന്നത്. അവിടെ കൈക്കൂലിയൊന്നും കൊടുക്കാൻ പറ്റില്ല, അവരെ സ്വാധീനിക്കാൻ പറ്റില്ല. അവിടെ എല്ലാം വ്യക്തമായിട്ട് യന്ത്രങ്ങളെ പോലെ നമ്മുടെ ആ ഒരു അടിച്ചു തരുന്ന വിസയൊക്കെ അടിച്ചു തരുന്ന പോലെ ആ ഒരു കർമ്മങ്ങള് നമ്മൾ പറയാതെ യന്ത്രം കൊണ്ട് ചെയ്യുന്ന പോലെ, യന്ത്ര മനുഷ്യര് റോബോട്ട്സ് ഒക്കെ ചെയ്യണ പോലെ നമ്മുടെ കർമ്മങ്ങളും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളും അതിന്റെ ഫലങ്ങളും അടിച്ചടിച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് മാപ്പ് തരൂ, കാരണം അത്രയും ജന്മം ജനിക്കേണ്ടി വരും, മാപ്പൊന്നുമില്ല അവിടെ. അറിയാത്തത് ആരുടെ കുറ്റം? നിങ്ങളുടെ കുറ്റം. നിങ്ങൾ ആ മനസ്സിന്റെ തലം അതുവരെ എത്തിയില്ല. അപ്പൊ ഇത് നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങള് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. അവിടെ അറിയില്ല, കേട്ടില്ല, കണ്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആരോട് പറയും നമ്മള്? അപ്പൊ അറിവില്ലാത്തത് കൊണ്ട് സഞ്ചിത കർമ്മങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളും വന്നു ചേർന്നത് ഒരു കുറ്റമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മൾ അറിഞ്ഞില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആ തെറ്റ് തിരുത്തണം, ആ തെറ്റ് തിരുത്തി പോണം. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞു, അപ്പൊ ആ തെറ്റ് എപ്പോഴെങ്കിലും അറിയണം. അറിയണവരെ ജനിച്ചോണ്ടേയിരിക്കും. അപ്പൊ ഈ ജന്മങ്ങളെന്ന് പറയുന്നത് എന്താ? ഇപ്പൊ പശു ജന്മമായിക്കോട്ടെ, മൃഗങ്ങളുടെ ജന്മമായിക്കോട്ടെ, മനുഷ്യ ജന്മമായിക്കോട്ടെ, മനുഷ്യ ജന്മം എടുത്താൽ അറിയണമെന്നുണ്ടോ? ഇല്ല. ഇത് അറിയുന്നിടം വരെ ഈ പ്രാരാബ്ധ ശരീരം വീണ്ടും വന്നു പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറ്റമായിട്ട് കാണണ്ട, വീണ്ടും വീണ്ടും ജന്മങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോ ഇപ്പൊ അറിഞ്ഞപ്പോ എന്താ വേണ്ടത്? നമുക്ക് തെറ്റ് തിരുത്തണം. ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്താ? ഒരാൾക്ക് ഒരു തെറ്റ് തിരുത്തുക. നമ്മളിപ്പോ മനുഷ്യരോടാണെങ്കിലും ഈശ്വരനോടാണെങ്കിലും ഹൃദയം തുറന്ന് മാപ്പ് പറയുക. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് ഇല്ലേ? ആ ഒരു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ ചുമ്മാ അത് ഈഗോയിസ്റ്റിക് ആവരുത്. നമ്മൾ ചുമ്മാ കാര്യം കാണാൻ വേണ്ടി ക്ഷമിച്ചു എന്നല്ല, അറിയാതെ ചെയ്തതിൽ ഖേദം. നമ്മൾ ഈശ്വരനോട് എപ്പോഴും പറയില്ല, ഈശ്വര ക്ഷമിക്കണേ, അറിയാതെ ചെയ്തതാണ് എന്ന് നമ്മൾ പലപ്പോഴും ഈശ്വരന്റെ മുമ്പിൽ പറയാറുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്കിത് വന്നത്? അതുപോലെയുള്ള ഒരു കുറ്റസമ്മത ഉള്ളിൽ വരണം. അതൊരു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കർമ്മ നിയമത്തില്. അത് നമ്മൾ അറിയണം, അത് നമ്മൾ തിരുത്തണം. പ്രാരാബ്ധ കർമ്മങ്ങള് വിധിപ്രകാരം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ വരുന്ന വിഷമ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈശ്വരനോട് മാപ്പ് പറയാൻ മറക്കരുത്. ഞാൻ അറിയാതെ ചെയ്തതാണ്,
സാരമില്ല, ഞാൻ അനുഭവിക്കാം, എന്റെ കൂടെ അങ്ങ് ഉണ്ടല്ലോ, അല്ലേ അമ്മ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കണം. ജീവിതത്തിൽ വരുന്നതെല്ലാം തന്നെ ഈ പ്രാരാബ്ധങ്ങള് അല്ലെ, നമ്മുടെ കൂടെ ഉള്ളവര് വിട്ടുപോകുന്നത്, നമുക്ക് എന്താ പറയാ ധനം ഇല്ലാതാകുന്നത്, നമുക്ക് വിഷമങ്ങൾ വന്നു ചേരുന്നത് എല്ലാം പ്രാരാബ്ധത്തിന്റെ എന്താ പറയാ പല പല ബ്രാഞ്ചസ് ആണ്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അനുഭവിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരനെ കുറ്റപ്പെടുത്തുന്നത് പോലെ വിഡ്ഢിത്തം വേറൊന്നുമില്ല. ഈശ്വരനല്ല, ഈ നമ്മളാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് നല്ലവണ്ണം തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾ ഈശ്വരനെ കുറ്റപ്പെടുത്താൻ അത് അജ്ഞതയുടെ തലം, അത് പശുക്കളുടെ തലമാണ്, അറിഞ്ഞുകൂടാത്തവരുടെ തലം. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തതാണ്, എനിക്കിത് വന്നു ചേർന്നോട്ടെ, പക്ഷെ അല്ലയോ അമ്മ ഞാൻ അനുഭവിച്ച് തീർക്കാൻ തയ്യാറാണ്. അല്ലാതെ എന്ത് ചെയ്യും? അനുഭവിച്ച് തന്നെ തീരണം. ഞാൻ വിധിപ്രകാരം അനുഭവിക്കാം, പുതിയ ക്രിയമാണ കർമ്മങ്ങള് സൃഷ്ടിക്കാതിരിക്കാം, എന്നെ അതിനെ അനുഗ്രഹിക്കണം അമ്മേന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ക്രിയമാണ കർമ്മങ്ങൾ സൃഷ്ടിക്കരുത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം അമ്പുകളായിട്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് ബീജങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ വിത്തായിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യുക. അപ്പൊ ആ ഒരു സഞ്ചിത കർമ്മങ്ങൾ നമുക്ക് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എപ്പോ ചെയ്തോ അപ്പോഴെല്ലാം അത് സഞ്ചിയിലേക്ക് പോകും. അപ്പോ മരണം വരെയും നമുക്ക് നല്ലൊരു ജീവിതം കൊണ്ടുപോകാൻ പറ്റും. കാരണം ആ ഒരു ഈശ്വരനെ എല്ലാ സമർപ്പണ ബുദ്ധിയോടുകൂടി ഞാനല്ല ചെയ്യുന്നുള്ള ഒരു ഭാവത്തോട്, അത് ശരിക്കും പറഞ്ഞാല് അതൊരു പ്രത്യേക മനോനിലയാണ്. ആ ഒരു ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം മാത്രമാണത്. ഇതിപ്പോ എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ. ഇത് എപ്പോഴും നമ്മൾ ഓർമ്മിച്ച്, അപ്പം എപ്പോഴും ഇത് ഓർമ്മിക്കണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. നമ്മൾ അങ്ങനെയൊക്കെ എപ്പോഴും ഓർക്കാൻ പറ്റുമോ? കാരണം ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീർന്നത്, അത് നമ്മുടെ ഒരു ഊർജം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്, അതുപോലെ സത്കർമ്മങ്ങളും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാവിലെ എഴിച്ചു, ആ പാദപത്മങ്ങൾ കണ്ടു, തൊഴുതു, അല്ലെ, ആ ഹൃദയ സംസ്ഫുരത ആത്മതത്വത്തെ നല്ലതായിട്ട് മനസ്സിലാക്കി, ഇതൊക്കെ നമ്മള് ചിട്ടയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായിട്ട് മാറും. അതുകൊണ്ടാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മുടെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ ജീവിത ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് അവബോധത്തിന്റെ വികസനം നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ കർമ്മത്തിന്റെ പടുകുഴിയിൽ നമ്മൾ വീണു പോകരുത്. അതിനുവേണ്ടി കർമ്മ നിയമങ്ങൾ നമ്മൾ അറിയണം. അത് പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു ഇച്ഛാശക്തി വേണം. അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു കർമ്മശേഷിയും വേണം. അത് നമ്മളെ ചുമ്മാ ഇങ്ങനെ കേട്ടാ പോരാ. നമ്മുടെ ജീവിതത്തിൽ ആ ജ്ഞാനശക്തിയിലൂടെ നമ്മൾ ക്രിയാശക്തിയായിട്ട് മാറണം നമ്മളിൽ. അപ്പൊ ആ ദേവി പരമേശ്വരിയുടെ 3 ശക്തികള്, ഇച്ഛ ജ്ഞാന ക്രിയാശക്തികൾ 3 പേരും നമുക്കെന്താ നല്ലൊരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ നമുക്ക് സഹായകമായിട്ട് തീരും. ഇത് കിട്ടുന്നത് വരെ, അതായത് ഇവിടെ വന്ന് ജനിച്ച് മരിച്ച് ആ ജനന മരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ട് ഇരിക്കാതെ എന്തായാലും വന്നു, ഇനിയിപ്പം നമ്മൾ ജീവിച്ചു, ഇനി നമ്മൾ മരിക്കണോ ഇല്ലേ, വന്നുപോയി. അപ്പൊ ഇനി ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയും വീണ്ടും ആ ജനന മരണ ചക്രത്തിൽ കറങ്ങാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ അജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം. കാരണം ഓരോ വരവിനും ഈ അജ്ഞാനം തുടർന്നാല് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവും. വീണ്ടും തെറ്റ് ചെയ്യും, തെറ്റുകളുടെ കാഠിന്യം കൂടും, അതിന്റെ ശിക്ഷയ്ക്കുള്ള ആ ഒരു നമ്മൾ ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ചെറിയ ചെറിയ ശിക്ഷ, അല്ലെ, മോഷണത്തിന് ചെറിയ ശിക്ഷ ഇല്ലേ, വേറെ എന്താ പറയാ ഒരു വീട്ടിൽ കയറുന്നതിന്, പശുവിനെ മോഷ്ടിക്കുന്നതിന്, അത് കഴിഞ്ഞ് ഒരാളെ കൊല്ലുന്നതിനോ ജീവപര്യന്തം. ഇതുപോലെ നമ്മൾ ഈ വീണ്ടും വീണ്ടും അജ്ഞതയിൽ കിടന്നാല് ആ ജയിലിൽ പോയി കിടന്ന് വീണ്ടും ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതേസമയം നേരത്തെ അറിഞ്ഞാലോ നമുക്ക് ജീവിതത്തെ കൂടുതൽ എന്താ പറയാ പ്രാരാബ്ധ ശരീരത്തെ നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാം. ആ സങ്കീർണമായിരിക്കുന്ന ഈ ലോകത്തേക്ക് നമുക്ക് വരാതിരിക്കാം. ജ്ഞാനത്തോടുകൂടി ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി കർമ്മശക്തിയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാല്, ജീവിച്ചാല് ജീവിതം നല്ല മെച്ചപ്പെടും. നമ്മൾ ഓരോരുത്തരെ കണ്ട് അസൂയപ്പെടും. അവരുടെ ജീവിതം എന്ത് നല്ലതായിട്ട് പോണു, അതുപോലെ നമ്മുടെ ജീവിതവും നന്നായിട്ട് പോകും. ഇല്ലെങ്കിലോ പാമ്പും കോണിയും കളിക്കണ പോലെയാണിത്. കാരണം ഏത് സമയത്തും നമുക്ക് 1-ാം പടിയിലേക്ക് വീഴാം, അല്ലെങ്കിൽ ആദ്യം മുതലേ തുടങ്ങണം. പിന്നെ അല്ലെ, ആദ്യം നമ്മൾ ആ ഒരു ഏണി കയറി ആ ഒരു 99-ലെത്തുമ്പോ അവിടെ ഒരു പാമ്പ്, അതിന്റെ തലയിലൂടെ നമ്മൾ താഴെ വന്ന് വീണ്ടും സ്ക്വയർ 1 നമ്പർ 1-ൽ വന്ന് നിൽക്കും. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ആദ്യം മുതൽ ആ 1-ന്ന് തുടങ്ങണം. അപ്പൊ അറിവ്, ഭക്തി, ധർമ്മനിരത, അതനുസരിച്ചുള്ള കർമ്മം എല്ലാം വേണം നമ്മുടെ ഭൂമിയിലെ കാലഘട്ടം നമ്മൾ പൂർത്തിയാക്കാന്. ഇതൊരിക്കലും നമുക്ക് ഒരു നഷ്ടവും വരുത്തില്ല. കാരണം ഇതൊക്കെ സദ്ഗുണങ്ങളാണ്.
അറിവ് വേണം, നല്ല ഭക്തി വേണം. ആ ഭക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നടത്തുന്ന ശക്തിയോടുള്ള ഭക്തി, നല്ല ധാർമ്മികമായിട്ട്. ഇനി അതിന് ഫലം കിട്ടുമോ ഇല്ലേ, പക്ഷെ നമുക്ക് മനസുഖം തരും അത്, ധാർമ്മികമായിട്ടൊരു ജീവിതം. അപ്പൊ ഇതിനുള്ള അനുസരിച്ച് വേണം നമ്മുടെ കർമ്മങ്ങള് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ജീവിക്കാൻ. വലിയ ഉൾക്കാഴ്ച വേണ്ട ഒരു കളിയാണിത്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. വലിയ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഈ നല്ല രസകരമായിട്ടുള്ള കളിയാണിത്. കാരണം സുഖദുഃഖങ്ങൾ മാറി മാറി വരും, വെയിലും മഴയും രാത്രിയും പകലും പോലെ. പക്ഷെ ഈ കർമ്മബന്ധത്തിൽ നമ്മൾ ഉൾപ്പെടാതെ നമ്മൾ കൈകെട്ടി നിന്ന് മാറി നിന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരനെ പോലെ കർമ്മബന്ധത്തിൽ പെടാതെ ജീവിക്കാമെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കർമ്മത്തിന്റെ ആ ബന്ധം, അതിന്റെ ഒരു നൂല് നമ്മളെ കെട്ടിപ്പെടില്ല. നമ്മള് എവർ ഫ്രീ ആണ്, നമ്മൾ ഫ്രീഡം, നമ്മൾ സ്വതന്ത്രരായിരിക്കും. ഒന്നിനും നമ്മളെ ബന്ധിക്കാൻ പറ്റില്ല. നമ്മുടെ ബന്ധനം ആരുമായിട്ട് മാത്രം? നമ്മുടെ പരാശക്തിയുമായിട്ട് മാത്രം. ഇതൊരു ബൃഹത്തായിരിക്കുന്ന വിഷയമാണ്. അപ്പൊ അതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ ചുരുക്കി നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ അവബോധമാണെന്ന് തിരിച്ചറിയാതെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ശരീരം ഇവയൊക്കെയാണെന്നുള്ള താതാത്മ്യം പ്രാപിച്ച് അവയൊക്കെ നമ്മൾ പോഷിപ്പിച്ചുകൊണ്ടിരുന്നാല് നമ്മൾ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നത് പോലെ നോക്കും. ഇതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. നമ്മളിവിടെ ആൾമാറാട്ടം. എന്താ ഈ ആൾമാറാട്ടം? നമുക്കറിയാം, ചിലര് വേഷം കെട്ടി ആ നാടകത്തിൽ വരുമില്ലേ. അവർ യഥാർത്ഥത്തില് എന്താ, രാവണനായിട്ടും കുബേരനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ വേഷം കെട്ടും. നമ്മളെന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ ഞാൻ ഇന്ന ആളിന്റെ മകള്, ഇന്ന ഡിഗ്രി ഉള്ള ആള് എന്നൊക്കെ ആ വേഷം കെട്ടലില് നമ്മള് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. കാരണം ശരീര മനോബുദ്ധികളാണ് നമ്മളെന്നുള്ള ആ ഒരു അറിവില്ലായ്മ, അജ്ഞത. അപ്പൊ നമ്മള് ഇപ്പൊ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ ഇങ്ങനെയുള്ള ഒരു ആൾമാറാട്ടം നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വന്നു ചേരുന്നത്. ഈ പ്രശ്നം മനസ്സിലാക്കിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ തന്നെ ചിന്തകളെ ഒരു സാക്ഷിയായിട്ട് മാറ്റി. ഏറ്റവും എന്താ പറയാ, എല്ലാ തന്ത്രശാസ്ത്രങ്ങളും നമുക്ക് നൽകുന്ന ഒരു വഴിയാണ് സാക്ഷിഭാവം. എങ്ങനെയാണ് ഈ സാക്ഷിഭാവം നോക്കാം. നമ്മുടെ ചിന്തകളെ ഒരു സാക്ഷിയായിട്ട് മാറി നിന്ന് എപ്പോഴും വീക്ഷിക്കുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കണം. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഉമാദേവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അതെന്റെ ശരീരമല്ല, മനസ്സല്ല. നമുക്ക് നിരാധാര എന്ന് പറഞ്ഞ് ഞാൻ നല്ലൊരു മെഡിറ്റേഷൻ ലളിതാ സഹസ്രനാമത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആധാരമില്ലാത്തവൾ, നിരാധാര, ഒന്നിനും ആധാരമില്ലാത്തവൾ. നമ്മൾ ഈ ശരീരം, ഈ ഭൂമി, ഈ പഞ്ചഭൂതങ്ങളെല്ലാം നമുക്ക് ആധാരമാണ് ശരീരത്തിന്റെ, അല്ലെ? ഇതൊന്നും അല്ലാത്ത ഒരു തലത്തിലേക്കുള്ള ഒരു മെഡിറ്റേഷൻ അത് നമുക്ക് ചെയ്യണം. കാരണം ലളിതാ സഹസ്രനാമത്തിൽ ഇത് നിരാധാര എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളും എല്ലാം ദേവിയെ പോലെ നിരാധാരരാണ്. നമുക്ക് ആ ഒരു ആധാരം ഒന്നുമില്ല. ഇവിടുത്തെ ആധാരമല്ല നമ്മുടെ ആധാരം, നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ് നമ്മുടെ ആധാരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ കർമ്മങ്ങളും, നമ്മുടെ ചിന്തകളാകട്ടെ, ആ ഒരു വന്നു പോകുന്ന ഓരോ ചിന്തകളെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ? നമുക്ക് വേറെ ആരുമില്ല കാണാനായിട്ട്. നമ്മൾ ഇതിനകത്ത് കാണുന്നവരൊന്നും അല്ല. പക്ഷെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിബോധം, അപ്പൊ ഞാൻ എന്നുള്ള ആള് വേറെ, എന്റെ ശരീരം വേറെ, മനസ്സ് വേറെ, ബുദ്ധി വേറെ എന്നുള്ളത് കുറച്ചു കാലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് ക്രമേണ എന്താ, നമ്മളിങ്ങനെ ആ ഒരു അവബോധം അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഓരോന്ന് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ കാണുന്നു, ഇതെന്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്, ശരിയോ തെറ്റോ ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക, ബുദ്ധിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് അതിനെ പ്രവൃത്തിയാക്കി മാറ്റുക. അപ്പൊ എന്താ, ഒരാള് കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനെ ഞാൻ എന്നുള്ള വ്യക്തിത്വത്തെ ഇനി അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ദേവിയെ നമ്മുടെ ഹൃദയ ഗുഹയിൽ ഇരുത്തിയിട്ട് പത്മാസനത്തിലിരിക്കുന്ന ആ ലളിതാ ത്രിപുര സുന്ദരി അല്ലെങ്കിൽ ബാലാപരമേശ്വരി, ആരെ വേണമെങ്കിലും കാണാം. നമ്മുടെ ഹൃദയപത്മത്തില് അവിടെ ഇരിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കാം. എനിക്ക് എന്നെ എന്താ പറയാ, ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രൂപം കൊടുക്കാം. പതുക്കെ നാമരൂപങ്ങളെ മാറ്റാം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഓരോന്ന് ഒരാള് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോ ചിന്തകൾ എന്താ, അയ്യോ ഒരാള് നമ്മളെപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ എന്താ ഒരു ഹിപ്പോക്രസി, നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നല്ലതായിട്ട് നടിക്കുക. ഇത് നമ്മുടെ മുമ്പിൽ തന്നെ ഞാൻ വേറെ, എന്റെ ചിന്തകൾ വേറെ എന്നുള്ള ഒരു ഭാവം നമുക്ക് വരും. അങ്ങനെ പ്രത്യേകിച്ച് ക്രമേണ മനസ്സുമായിട്ട് അത് താതാത്മ്യം പ്രാപിച്ചിരുന്ന നമ്മള് സാക്ഷിയായിട്ടിരിക്കുന്ന അവബോധമായിട്ട് മാറും. അപ്പൊ നമ്മള് ഞാൻ കാണുന്നു എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ ഈ അമ്മയിലായിരിക്കും നമ്മുടെ ചിന്ത വന്ന് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു അവബോധത്തില്, ഒന്നുമില്ല, ഒരു എനർജി സ്റ്റേറ്റില്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ ഈ ചിന്തകളും ശരീരവും മനസ്സും ഒക്കെ പ്രത്യേകം, ഞാൻ വേറെ. ഇത് വളരെ ശരീരവുമായിട്ടുള്ള താതാത്മ്യം വേർപെടുത്താൻ ഭയങ്കര നല്ലതാണ്. കാരണം ഇത് തന്നെയാണ് നമ്മുടെ വിരജ ഹോമവും. ഞാനിനെ പ്രത്യേകം നിർത്തി ഇതെല്ലാം കാണുക.
അപ്പോ ഈ സാക്ഷിയായിട്ടിരിക്കുന്ന അവബോധം പതുക്കെ പതുക്കെ മനസ്സ് എന്തായിട്ട് തീരും? ആ മനസ്സ് അതുമായിട്ട് ചേർന്നിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് ഇത് രണ്ടും കൂടെ ഉള്ള മോജിക്. അപ്പൊ ഈ മനസ്സ് എന്തായിട്ട് തീരും? ഇതായിട്ട് ഈ ഒരു അവബോധമായിട്ട് മാറും. ദ പവർ ഓഫ് നൗ, ഇന്നത്തതിന്റെ പ്രസക്തി, ഈ നിമിഷത്തിന്റെ പ്രസക്തി. അതായത് പവർ ഓഫ് നൗ എന്നുള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. എക്കാത്തോളയുടെ ബുക്കാണത്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ അവബോധത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകണം, ഈ ഒരു നമ്മുടെ ആത്മതത്വത്തെ എങ്ങനെ വികസിപ്പിക്കണം, നിരവധി പ്രായോഗിക നിർദ്ദേശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. വളരെ നല്ല പുസ്തകമാണ്. അപ്പൊ പരമമായിരിക്കുന്ന ആ ഒരു ഉയർന്ന ഏക അവബോധത്തിലേക്ക് ഉയരാൻ, അതാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുമ്പോഴേ നമുക്ക് അതിലോട്ട് ഉയരാൻ പറ്റും. ആദ്യം നമ്മൾ ഇതൊന്നുമല്ല എന്നുള്ളത് ഉറയ്ക്കുക, പിന്നെ മാറി നിന്നത് ചിന്തിക്കുക. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ അതായിട്ട് തീരും. അപ്പൊ നമ്മുടെ കർമ്മങ്ങളെല്ലാം എന്താ? ശുദ്ധമായിട്ട് തീരുക. ഒന്നും നമുക്ക് നെഗറ്റീവ് കർമ്മങ്ങൾ അവിടെ വരുന്നില്ല. അപ്പൊ ആ ഏകമായിരിക്കുന്ന അവബോധത്തിലേക്ക് ഉയരണം. നമ്മൾ ഓരോരുത്തരും അതാണെന്നുള്ള തിരിച്ചറിവാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏകമായിരിക്കുന്ന അവബോധം, അതിന്റെ നിർവിശേഷമായിരിക്കണം. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ആരാണ്? ആ സ്നേഹബന്ധം നമ്മൾ വളർത്തിയെടുക്കണം. എന്റെ അച്ഛനായിരിക്കുന്ന ശിവബോധം, അതിന്റെ ശക്തിയായിട്ടിരിക്കുന്ന എന്റെ പരാശക്തി അമ്മ. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാരെ കാണുന്നതിൽ എന്ത് തെറ്റ്? അപ്പൊ നമ്മുടെ ആ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അച്ഛനമ്മമാരെ അകത്ത് കാണുകയാണ്. അപ്പൊ അച്ഛനെ ആ ഒരു എന്താ പറയാ പിതൃതുല്യനായിട്ട് കണ്ട് നമസ്കരിക്കണം. അത് തന്നെയാണ് നമ്മൾ രാവിലെ ചെയ്യുന്നത്, അല്ലെ? രക്തശുക്ല പ്രഭാമിശ്രം, രക്തശുക്ല ചരണങ്ങളായിരിക്കുന്ന ശിവപാദങ്ങളെയും നമ്മുടെ അമ്മയായിരിക്കുന്ന ശക്തിപാദങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് ഞാനിതാ എഴുതിക്കണു. കാരണം അവര് നമ്മുടെ ശിരസിന്റെ രണ്ട് ഭാഗത്ത് ഇടതും വലതുമായിട്ടിരിക്കുന്ന എന്റെ അച്ഛനമ്മമാര്. ആ അവബോധമാണ്, എന്റെ അമ്മയാണ്, ഇതെന്റെ അച്ഛനാണ്. ഈ ഒരു ബന്ധം നമ്മൾ വളർത്തിയെടുക്കണം. ബന്ധം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിരന്തരമായിട്ടുള്ള ആ ഒരു ചിന്ത. നമ്മൾ എല്ലാവരുമായിട്ടും എങ്ങനെയാ ബന്ധം വളർത്തിയെടുക്കുക? നമ്മൾ ഒരാളെ കുറെ കാലം കാണാതിരുന്നാൽ, നമുക്ക് ബന്ധം മക്കളുമായിട്ട് കുറെ വർഷം, സ്വന്തം മക്കളാണെങ്കിൽ പോലും യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നാൽ കുറച്ച് നമ്മൾ അവരുമായിട്ടുള്ള അവരെന്താണ് നമ്മൾ വളർത്തിയ കുട്ടികൾ അല്ലേ, കാലം കഴിയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ അവരെ അറിയുന്നില്ല. അതേസമയം ഒരു 10 വർഷം ഒരു ഫോൺ കോൾ പോലും ഇല്ല, സംസാരിച്ചിട്ടില്ല, അവർ തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ അവരെ നോക്കിയിരിക്കും, അയ്യോ ഇവർക്ക് എന്ത് മാറ്റങ്ങളാ സംഭവിച്ചതെന്ന്. അതുപോലെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഡെയിലി ബന്ധം വളരണമെങ്കിൽ ഡെയിലി കോണ്ടാക്ട് വേണം. ആരുമായിട്ടാണെങ്കിലും, ഏത് സുഹൃത്ത് ബന്ധമാണെങ്കിലും ഏത് ദുഷ്ബന്ധമാണെങ്കിലും ഒക്കെ വളരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിരന്തരമായിട്ടുള്ള കോണ്ടാക്റ്റും ഉണ്ട്. ഇത് ബന്ധം വളർത്തിയെടുക്കേണ്ടത് ആരോടാ? നമ്മുടെ അച്ഛനമ്മമാരോട്. പരമമായിരിക്കുന്ന അവബോധത്തിന്റെ ആണ്. അതായത് ആ അവബോധവും അതിന്റെ ശക്തിയും, ആ ഒരു പരസംവിത്തായിരിക്കുന്ന ശിവബോധവും അതിന്റെ എനർജി ഫോമായിരിക്കുന്ന പരാശക്തിയും. ഇത് നമ്മൾ അറിഞ്ഞുകൊള്ളണം. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളും നമുക്ക് ചുറ്റുമുള്ള സർവ്വതിനോടുമുള്ള ബന്ധം 5 കാര്യങ്ങൾ, അതായത് ഈ 5 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് നമുക്കറിയണം. എന്താ 5 കാര്യങ്ങള്? നമ്മുടെ ബന്ധം, അതായത് അഹിംസ, സത്യം, മറ്റുള്ളവരുടെ സാധനങ്ങൾ ഒന്നും ആഗ്രഹിക്കാതിരിക്കല്, പ്രപഞ്ചത്തിലെ സർവ്വ കാര്യങ്ങളും അതിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കണം. കാരണം ഒന്നിനും ആ ഒരു എന്താ പറയാ ആവശ്യമില്ലാതെ പഞ്ചഭൂതങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഭഗവാന്റെ ഗിഫ്റ്റാണ് ഇതൊക്കെ. നമ്മൾ വെള്ളത്തെ മിതമായിട്ടേ ഉപയോഗിക്കാവൂ. എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ആ അതായത് വസ്തുവകകളിൽ ഭ്രമിച്ച് വാരി കൂട്ടാതിരിക്കണം നമ്മൾ. ഈ 5 കാര്യങ്ങൾ, അതായത് ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം നമ്മൾ പാലിക്കണം. ആ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മളോടുള്ള ബന്ധം ശുദ്ധമായിരിക്കണം. മനസ്സാ വാച കർമ്മണ ഉള്ള ശുദ്ധി. അപ്പൊ സദാ സന്തോഷമുള്ളവരായിരിക്കണം. സ്വയം അന്വേഷിച്ച് പഠിച്ച് ശ്രമിച്ച് നമ്മൾ അറിവുണ്ടാക്കണം. കാരണം ഈ അറിവിന് മാത്രമേ നമ്മളെ മുക്തരാക്കാൻ, നമ്മളെ ശുദ്ധരാക്കാൻ, ആ നിത്യശുദ്ധ മുക്ത സ്വരൂപമായിരിക്കണം ആത്മാവിനെ കാണിച്ചു തരാൻ നമ്മുടെ അറിവിന്, ജ്ഞാനത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്ത് വേണം? നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണം. അത് സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ പ്രാപഞ്ചികവും ആത്മീയവുമായിട്ടുള്ള അറിവ് നമ്മൾ നേടിയെടുക്കണം. സദാ ചിന്തിക്കണമെങ്കിൽ മനസ്സിൽ സദാ എപ്പോഴും നമ്മൾ എന്തിനെ കുറിച്ചാ? ബാഹ്യ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അതിനെ മാറ്റിയിട്ട് ഏകാഗ്രമായിട്ടുള്ള ഒന്നിലോട്ട് ചിന്ത കൊണ്ടുവരണം. അതിനെ ഫോക്കസ് ചെയ്യണം. പുറമേ അലയുന്ന മനസ്സ് പലതിലും ചിന്ത കൊണ്ടുവന്ന് നമ്മുടെ ഊർജങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ മനസ്സിനെ എന്ത് ചെയ്യണം? പതുക്കെ അകത്തോട്ട് തിരിക്കണം. അപ്പോ ആ ഒരു പ്രാപഞ്ചിക ആത്മീയ അറിവ് നമുക്ക് കിട്ടുമ്പോൾ പുറത്തും അകത്തും ഒന്നാണോ എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സെന്ത് ചെയ്യും? ആ ഒരു
ഏകാഗ്രമായ മനസ്സ് അതിന്റെ ഉടമയായിട്ട് മാറുമ്പോൾ ഈ എല്ലാത്തിലും നിത്യ അനിത്യ വിവേകം നമുക്കുണ്ടാകും. ആ അനിത്യ അവബോധത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷി എന്താണ്? ആ ഒരു നിത്യ അവബോധം, ആ സാന്നിധ്യത്തിനെ, ആ അവബോധത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പറ്റുമ്പോഴെല്ലാം ആ ഒരു ഹൃദയത്തിൽ തൊട്ട് അമ്മാന്ന് വിളിക്കണം. കാരണം നമ്മുടെ പരാശക്തി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിനെ വർദ്ധിപ്പിക്കണം. എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നോ അത്രത്തോളം അത് വലുതാകാൻ തുടങ്ങും, ശക്തി വർദ്ധിക്കും. അതിന് നമ്മൾ ഇഗ്നോർ ചെയ്ത് കിടക്കുന്ന ഒരു സാധനം തുരുമ്പ് പിടിച്ച് ഇല്ലാതാവും, ഇല്ലേ? ഇപ്പൊ ഒരു ഇരുമ്പ് വസ്തുവാണെങ്കിൽ പോലും അതിലെന്ത് വരും? തുരുമ്പ് പിടിക്കും. അതേസമയം നമ്മൾ സദാ അതിനെ എണ്ണയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നാലോ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് പുതിയതായിട്ടിരിക്കും. അതുപോലെയാ മനസ്സ്. ആ ഒരു ശക്തിയെ നമ്മുടെ ബോധത്തിനെ അവഗണിച്ച് കളയരുത്. രാവിലെ തൊട്ട് രാത്രി വരെ കിടക്കാൻ പോകുമ്പോ രാത്രി പറ്റുമ്പോഴൊക്കെ കുറച്ച് വെള്ളം കുടിക്കുമ്പോ എല്ലാം അമ്മയ്ക്കായി സമർപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ലളിതാർപ്പണ വസ്തു എന്ന് പറയുന്നത്. എല്ലാം എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോളൂ. ശിവനെന്നോ ലളിതയെന്നോ ലക്ഷ്മിയെന്നോ എന്താണോ നമ്മുടെ ഇഷ്ട ദൈവം അത് നമുക്ക് കൊടുക്കാം. അതിനെ പക്ഷെ എന്ത് വേണം? സദാ ചിന്തിക്കണം, ഓർമ്മിക്കണം, അതിന്റെ സാന്നിധ്യത്തെ ശ്രദ്ധിക്കണം. അത് വർദ്ധിക്കാൻ ഇടവരും. ആ കാര്യം നിത്യമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് തീരും. അപ്പോ മോക്ഷം എന്നത് എന്താ? ഈ ഒരു സ്വാതന്ത്ര്യം, കർമ്മഫലങ്ങളില്ലാത്ത ഒരു മോചനം, അതിനെയാണ് നമ്മൾ നിത്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഏത് പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന പുതിയ കർമ്മത്തെ നമ്മൾ ഇല്ലാതാക്കണം. എങ്കിലും നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ പൂർണ്ണമായി ഇല്ലാതായിട്ട് നമ്മൾ ധാർമ്മികമായിട്ടൊരു ജീവിതം, അഥവാ നമ്മൾ കണ്ടെത്തുന്ന ഈ 10 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ജീവിതം ജീവിക്കാം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ ദഹിപ്പിച്ച് കളയണം. കാരണം നമ്മള് ചിത്ത് അഗ്നി ഗുണ്ട സംഭൂത. അപ്പൊ ആ അഗ്നിയില് പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം തന്നെ അനുഭവിച്ച് തീർക്കണം. അതിനുള്ള ഒരു മനസ്സ്, പരാതിപ്പെടാത്ത ഒരു മനസ്സ്, അത് നിയതിയുടെ വിധിയായിട്ട് കാണണം. തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുമ്പോൾ പരാതിയോ പരിദേവനങ്ങളോ ഒന്നുമില്ല, അതിൽ ദുഃഖവും നമ്മൾ കാണിക്കണില്ല, ഖിന്നതയില്ലാത്ത ഒരു ജീവിതം. അതിനാരോട് പരിഭവം പറയും നമ്മൾ? അതിനും നമ്മൾ സന്തോഷത്തോടു കൂടി അമ്മ അനുഭവിച്ച് തീരുന്നിടത്തോളം തീരട്ടെ, എന്റെ സഞ്ചി ഒഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് അതിനെ ഉൾക്കൊള്ളണം. അതുപോലെ പ്രാരാബ്ധ കർമ്മങ്ങള് നമുക്ക് ശ്രേയസ്സും സമ്പത്തും നൽകിയേക്കാം. പക്ഷെ ആ ശ്രേയസ് തരുന്നത് എന്താ? നമുക്ക് അനേക ജന്മങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളാണ് നമുക്ക് ഈ ശ്രേയസ് തരുന്നത്. ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചില കാര്യങ്ങളിൽ നല്ലതും ചീത്തയും വന്നേക്കാം. അതെല്ലാം ഇതിനു മുമ്പ് നമ്മൾ ആർജിച്ചതാണ്. ആ സത്കർമ്മമാണോ അല്ലെങ്കിൽ ദുഷ്കർമ്മമാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. കാരണം അത് അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങള് അത് പുതിയ ക്രിയമാണ കർമ്മങ്ങൾക്ക് കാരണമാവരുത്. കാരണമായാൽ എന്താ? വീണ്ടും ആ ഇംപ്രിൻസ്, ആ ഒരു മുദ്രകൾ നമ്മുടെ ആ ചിത്തത്തില് ഉണ്ടാക്കും. ഇപ്പൊ സുഖദുഃഖങ്ങളില് നമ്മൾ സമചിത്തരായിരിക്കണമെന്ന് അർത്ഥം. കാരണം ഒന്നിലും കൂടുതൽ സന്തോഷിക്കുക, ഒന്നിലും കൂടുതൽ ദുഃഖിക്കുകയും വേണ്ട. കീർത്തിയും അപകീർത്തിയും അതിലെല്ലാത്തിലും നമ്മൾ അചഞ്ചലരായിട്ടിരിക്കണം. എന്നെ ഇങ്ങനെ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്നെ താഴ്ത്തി പൊക്കി, ഒന്നിലും നമ്മൾ വിഷമിക്കേണ്ട. അവൾ എന്ത് വേണം? ആ ഈശ്വരൻ തരുന്നതായിട്ട് എല്ലാം സ്വീകരിച്ചു. അത് അവരവർക്ക് അവനവന്റെ മനസ്സിന്റെ തലമനുസരിച്ചാണ് അവരുടെ പ്രവൃത്തി. നമ്മളത് ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ വരുന്നത് നമുക്കാ നഷ്ടം. നമ്മൾ നല്ലൊരു ജീവിതം കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന അന്യരുടെ ബാഹ്യത്തിൽ നിന്ന് വരുന്നതെല്ലാം നമ്മൾ ഏറ്റെടുക്കാൻ നിന്നാല് അതിന്റെ പ്രശ്നം ആർക്ക്? നമുക്ക് തന്നെയാണ്. അപ്പൊ ധാർമ്മിക വികാരങ്ങളോടെ ചെയ്യുന്ന സത്കർമ്മങ്ങള്, സത്ചിന്തകള് എല്ലാം തന്നെ നമ്മുടെ അടുത്ത ജന്മത്തിലേക്ക്, അതായത് നല്ല ജന്മം. അപ്പൊ നല്ല ജന്മം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. നല്ല ജന്മം എന്ന് പറയുന്ന ഭൗതികതയല്ല, ആധ്യാത്മിക ജന്മമാണ് ഈ പറയുന്നത്. ഉയർന്ന ജന്മം, മനസ്സുകൊണ്ട് ഉയർന്നത്, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജന്മം നമുക്ക് കിട്ടും. നല്ല ജീവിതാനുഭവങ്ങൾ കിട്ടും. ഇതിൽ മതിമറന്ന് വീണ്ടും അധാർമിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടരുത്. ഈ പാമ്പിന്റെ തലയിലൂടെ വാലില് വരുന്ന പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, നമ്മുടെ ക്രിയയുടെ ഫലം നമ്മളെ എന്താക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അതാണ് പ്രധാനം. അതാണ് കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ അവസാനമായി പുനർജന്മത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. കാരണം കർമ്മ സിദ്ധാന്തം ഇത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. ഇതിൽ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നു. ഇനി വളരെ കുറച്ച് പുനർജന്മത്തെ കൂടെ, അതാണ് പുനർജന്മം നമ്മുടെ കയ്യിലല്ല, അത് വിധിയാണ്. അതിനെയാണ് നമ്മൾ തിരോധാനം, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. ഇത് ഈശ്വരൻ നമുക്ക് തരേണ്ടതാണ്. എന്നാലും പുനർജന്മം ഒരു അനുഗ്രഹമാണെന്ന് നമുക്ക് എടുക്കാം. കാരണം നമുക്ക് അറിയാത്ത കാര്യമാണ്. എന്താ അനുഗ്രഹത്തെ എന്ന് പറയാൻ കാരണം? വീണ്ടും പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കാതെ
സഞ്ചിത കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ആ ജീവിതം നന്നായിട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ എവിടെ നിന്നാണോ ഈ ശരീരം വിട്ടത് ആ ഉയർന്ന ബോധതലത്തിൽ നിന്ന് തീർച്ചയായും ഉയർന്ന ഒരു ശരീരത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, കാരണം ഈ അവബോധത്തോടു കൂടി ഞാൻ ശരീരമല്ല എന്നുള്ള അവബോധത്തോടു കൂടി ഇനി ജീവിക്കാൻ ഉയർന്ന ഒരു ജന്മമായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അനുഭവിച്ച് തീരാത്തതൊക്കെ ഇനി ഒരു ജന്മമാണ് കിട്ടണമെങ്കിൽ എന്താ, അവിടെ നമുക്ക് ഒരു അവസരം കിട്ടുകയാണ്. കാരണം തെറ്റുകളൊക്കെ തിരുത്താൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നത്. നിലവില് ഉണ്ടായിരുന്ന എന്താ പറയാ കുറച്ച് ബാക്കി കർമ്മങ്ങളൊക്കെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ വരുമ്പോ നമുക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും, നമ്മുടെ മനസ്സിന് നല്ല ശക്തി കിട്ടും. വീണു പോകാതെ ഈശ്വരനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ജന്മത്തെ നമുക്ക് സാർത്ഥകമായിട്ട് നമ്മുടെ ആത്മ പുരോഗതിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ജീവിതവും നമുക്ക് നല്ലതായിട്ട് നല്ല ഫലങ്ങൾ കിട്ടി എന്താ ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടി യാത്രയാവാൻ പറ്റും. കാരണം യാത്രയാകേണ്ട ഭൂമികയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെല്ലാം യാത്രികരാണ്, യാത്രക്കാരാണ് അല്ലെ, ബാന്ധന്മാരാണ്. നമ്മൾ പെരുവഴിയാകുന്ന ഈ അമ്പലത്തില് നമ്മുടെ ഒരു ട്രാൻസിഷണൽ പീരീഡ് ആണ് ഇവിടെ. ഈ എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ മാത്രമുള്ള മനുഷ്യ ജന്മം മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് പെർമനന്റ് അല്ല, വളരെ കുറച്ചു കാലമേ നമുക്കിവിടെ വന്നു പോകാൻ പറ്റൂ. ഈ ഉയർന്ന ബോധത്തോടു കൂടിയുള്ള നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവാത്മാക്കളാണെന്ന് അറിഞ്ഞാല് നമ്മുടെ ലോകം വേറെയാണ്. ഏതാളും സന്തോഷമുള്ള ഒരു ലോകത്തുനിന്ന് സുഖദുഃഖങ്ങൾ ഉള്ളിടത്തോട്ട് വരാൻ ആഗ്രഹിക്കില്ല അല്ലെ. നമുക്കെന്താ നല്ല ഒരു സ്ഥലത്ത് ആനന്ദമയമായിട്ടിരിക്കുന്ന ലോകത്തുനിന്ന് ആരെങ്കിലും ദുഃഖങ്ങളിൽ വരുമോ? അപ്പൊ എന്താ ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോ ഇനി 1-2 ജന്മം കിട്ടിക്കോട്ടെ, നമ്മൾ അതിൽ വിഷമിക്കേണ്ട. കാരണം നമുക്ക് ഉയരാനുള്ള ആ ജന്മവും ഉയരാനുള്ള അടുത്ത പടിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് വേണം? ആ ഒരു നിലാവിൽ വെച്ച കുടത്തില് പ്രതിഫലിക്കുന്ന ചന്ദ്രനെ പോലെ ആ പരബ്രഹ്മ തത്വം ഏകമായിരിക്കുന്ന അദ്വയമായിരിക്കുന്ന എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ പരബ്രഹ്മം അത് എന്താ പരബ്രഹ്മം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്നീ 3 ഉണ്ട്. അതില് ചന്ദ്രൻ അതായത് പൂർണ്ണ അവബോധം. കുടത്തിലെ ജലം എന്താ? കുടത്തിലെ ജലം നമ്മുടെ ഓരോരുത്തരുടെ ശരീരം. ഈ മലം, രക്തമലം, മൂത്രാമത്തോടു കൂടി ഈ ശരീരത്തെയാണ് നമ്മൾ കുടത്തിലെ ജലം. സ്ഥൂല ശരീരം, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ അറിയുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന സൂക്ഷ്മ ശരീരം. അപ്പോ എന്താ ഈ 3 ഉള്ളത്, പരബ്രഹ്മം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം അല്ലെ. ഈ 3 ഒരു കളിയാണ് ഈ പ്രപഞ്ചത്തില്. ശരീരം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് ഈ കുടം ഉടയ്ക്കലാണ്, കുടം ഉടയലാണ്, ഉടയ്ക്കുകയല്ല. അത് നമ്മളാരും ഉടയ്ക്കുകയല്ല, അത് പ്രകൃതി ഉടച്ചു കളയുക. അതിന്റെ സിംബോളിക് ആയിട്ടാണ് നമ്മൾ മരണം. മൃതശരീരം കിടക്കുമ്പോ പുത്രൻ എന്ത് ചെയ്യും? ഒരു കുടത്തില് വെള്ളം കൊണ്ടുവന്ന് നമ്മളൊരു ഇരുമ്പ് കൊണ്ട് അതിനൊരു ഓട്ടയിടും. ഓരോ 3 ഓട്ടയാണ് ഇടുന്നത്. ആ 3 ഓട്ട ഇടുമ്പോ ഈ മൃതശരീരത്തിന് ചുറ്റും 3 പ്രാവശ്യം നടന്നിട്ട് ഈ കുടത്തെ ഭൂമിയിൽ തല്ലി പൊട്ടിക്കും. കാരണം എന്താ? നമ്മുടെ ശരീരമാകുന്ന കുടം, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം ഉടഞ്ഞു. ഈ ജലം ഈ കുടത്തിനകത്തുണ്ടായിരുന്നു, അതായത് ശവശരീരത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. ഇവിടെ ചന്ദ്രന് ഒന്നും സംഭവിക്കുന്നില്ല. കുടത്തിന്റെ ജലനിലവാരം അനുസരിച്ച് എന്തായിരുന്നോ അത് നടക്കും. പുറത്തേക്ക് ഒഴുകിയ ജലം എന്ത് ചെയ്യും? വേറൊരു ശരീരം, വേറൊരു കുടം സ്വീകരിക്കും. ഇതിനകത്തിരുന്നത് ആ ജീവാത്മാവ് വേറൊരു ശരീരത്തെ സ്വീകരിക്കും. 3 ആണ് എല്ലാ തത്വങ്ങളും. എല്ലാം നമ്മുടെ ജീവാത്മാവ്, നമ്മുടെ പരമാത്മാവ്, സൂക്ഷ്മ ശരീരം. അപ്പൊ കുട ഉടയുക എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള സ്ഥൂല ശരീരം ഇവിടെ കഴിഞ്ഞു. ഇതിനേതാ ചാമ്പലാക്കാൻ കൊണ്ടുപോവാണ്. ഇപ്പൊ ആ കുടം, വെളിയിൽ പോയ ജലം എപ്പോഴും വേണമെങ്കിലും ഇനി അടുത്ത ഒരു കുടത്തെ സ്വീകരിക്കും. ഇതിന് ഒരു സിംബോളിക് ആയിട്ടാണ് കുടം ഉടയൽ പരിപാടി ചെയ്യുന്നത്. ഇതില് സൂക്ഷ്മ ശരീരമാണ് പുനർജനിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ആത്മാവിന് ഒന്നും സംഭവിക്കണില്ല, ശാശ്വതമായിട്ട് ഇത് നിൽക്കും. ഈ ലോകത്തിലെ ആ ഒരു സകല വ്യക്തികളും അവബോധ വികസനത്തിന്റെ പല ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊന്നും സാരമില്ല, കാരണം അതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോ ഈ ഏത് തലത്തിലുള്ളവർക്കും ആ ഒരു തന്ത്രം നമുക്ക് വിവിധ പദ്ധതികൾ നൽകിയിട്ടുണ്ട്. അപ്പൊ എന്താ ഈ തന്ത്രശാസ്ത്രം പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് തരുന്നത്? മനുഷ്യകുലത്തിന് തന്നെ ഒരു സെൽഫ് ഹെൽപ്പ്, അതായത് ഒരു സെൽഫ് ഹെൽപ്പ് മാനേജ്മെന്റ്. നമ്മുടെ ആ ഒരു ബോധത്തെ, സെൽഫ് എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന അവബോധത്തെ എങ്ങനെയാണ് നമുക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാം, അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതാണ് നമുക്ക് തന്ത്രം തരുന്ന അവബോധം. തന്ത്രം ആരും എഴുതി വെച്ചതല്ല, അത് അവബോധ വികസനത്തിന്, അതായത് ഒരു ശിവ കോൺഷ്യസ്നെസ് ആണ്. അതിൽ നിന്ന് തൊട്ട് താഴെയിരിക്കുന്ന ശിവൻ ദേവിക്ക് നിഗമങ്ങൾ, ആഗമ നിഗമങ്ങളാണ് ഈ പറയുന്ന ആ ഒരു തലം. ശ്രുതിയിലൂടെ, കേട്ടറിവിലൂടെ വന്നതാണ്. അതിന്റെ തൊട്ട് താഴെ നിന്ന ഋഷിമുനിമാര് അത് അവര് കേട്ടു, അവര് പകർന്നു കൊടുത്ത വിജ്ഞാനമാണ്, അറിവുകളാണ് തന്ത്രശാസ്ത്രം.
ഇപ്പൊ തന്ത്രത്തിന്റെ ആഴവും വ്യാപ്തിയും നമ്മുടെ ജീവിതാനുഭവങ്ങളെ അത് എന്തു തന്നെയാണെങ്കിലും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സമദുഃഖ സുഖ ക്ഷമി. നമ്മള് സമദുഃഖം, അതായത് എല്ലാം സമമായിട്ട് കാണണം. സുഖ ദുഃഖങ്ങളെല്ലാം ക്ഷമിക്കണം എല്ലാവരോടും. ഈ ഒരു ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച് പ്രാരാബ്ധ കർമ്മങ്ങളെ ദഹിപ്പിച്ച് ക്രിയമാണ കർമ്മങ്ങൾ ഉണ്ടാക്കാതെ കർമ്മനിരതരായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് നമുക്ക് തന്ത്രം തരുന്ന സന്ദേശം. അപ്പൊ നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട കർമ്മസന്ധി, അവസാനത്തെ കർമ്മവും പുനർജന്മത്തെ കുറിച്ച് കൂടുതൽ ഈ പല പല കഥകൾ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പുനർജന്മം ഒന്നും നമ്മുടെ കയ്യിലല്ല. പുനർജന്മം എന്ന് പറഞ്ഞാൽ ഇനി അഥവാ പുനർജന്മം ഉണ്ടായാൽ തന്നെയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ജീവനും അവന്റെ പുനർജന്മത്തെ കുറിച്ച് പറയാനോ അതിങ്ങനെ വരും എന്ന് പറയാനോ ഇനി അല്ലെങ്കിൽ കുറെ കഥകളെ ഈ സാങ്കല്പികമായിട്ടുള്ള മിത്തുകളെ ആസ്പദപ്പെടുത്തി കുറെ നിങ്ങളോട് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത് നിശ്ചയിക്കാൻ പരാശക്തിയായ അമ്മയെ നമ്മൾ ശരണാഗതി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനി എന്തിനാണ് നമുക്ക് അതുകൊണ്ട് പുനർജന്മമോ ഈ പറഞ്ഞ തിരോധാനമോ ഒന്നും നമ്മുടെ പോർട്ട്ഫോളിയോ അല്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കിട്ടിയിരിക്കുന്ന, നമ്മൾ സൃഷ്ട പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന ഓരോ ജീവനുകള് ഈ സ്ഥൂല ശരീരം സ്വീകരിച്ചവരാണ്. അവരുടെ കർമ്മങ്ങള് എങ്ങനെ നന്നാക്കണം, എന്ത് അവബോധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഈ കർമ്മ സിദ്ധാന്തത്തിലൂടെ നമുക്ക് എങ്ങനെ പരമമായ സ്വാതന്ത്ര്യത്തിൽ എത്താം എന്നുള്ള കാര്യം മാത്രമേ ജീവിച്ചിരിക്കുന്നവർക്ക് പറയാൻ പറ്റൂ. അല്ല ഇനി പുനർജന്മത്തെ കുറിച്ച് കുറെ കാൽപ്പനിക കഥകളിലൊന്നും നമ്മൾ തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഇതൊന്നും നമ്മുടെ ഡിസിഷൻ അല്ല. ഇപ്പൊ ഡിസിഷൻ എടുക്കാൻ ആ എന്താ പറയുക മേഖല, അതിന് എത്രയോ ഉയരത്തിലിരിക്കുന്ന മഹാശക്തികൾ എടുക്കുന്ന ഡിസിഷനാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം ഞാൻ ഇതുവരെ എൻ്റെ 11 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ആ ഒരു സാധനാതലത്തിലൂടെ യാത്ര ചെയ്ത് ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഒരുപാട് ദൂരം മനസ്സുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ആ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ ഭഗവതിയോട്. ഒരാളെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുക. അതായത് എപ്പോഴാണോ നമ്മൾ ഇനിസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഗുരുമുഖത്തുനിന്ന് മന്ത്രദീക്ഷ കിട്ടുന്ന, അപ്പോ ആ കിട്ടിയ പരദേവത, ആ നമുക്ക് കിട്ടിയ മന്ത്രത്തിന്റെ ദേവത, ആ അധിഷ്ഠാന ദേവതയെ നമ്മുടെ ഹൃദയ പത്മത്തില് ഉപവിഷ്ടയാക്കണം. അമ്മയെ ഒരിക്കലും നമ്മുടെ ഹൃദയ പത്മത്തിൽ നിന്ന് മാറ്റരുത്. ദേവിയോട് നമുക്ക് ദിവസവും പറയാൻ ഒരു വളരെ സാർത്ഥകമായിരിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ശ്ലോകമാണ് പാദയവ പാതാളേ സ്ഥാപയവ സകല ഭുവന സാമ്രാജ്യേ മാതാ സ്തവ പാദയുഗളം നാഹം മുഞ്ചാമി നൈവ മുഞ്ചാമി. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ ദുരന്തത്തിന്റെ അതല പാതാളത്തിലേക്ക് തള്ളിവിട്ടാലും വേണ്ടിയില്ല, അല്ലയോ അമ്മേ, സകല ഭുവനങ്ങളുടെയും സാമ്രാട്ടായി വാഴിച്ചാലും വേണ്ടില്ല, എല്ലാം അമ്മയുടെ ഇഷ്ടം. പക്ഷെ അമ്മേ, അവിടുത്തെ ചരണദ്വയങ്ങളിലെ പിടി ഞാൻ വിടില്ല. ഇതാണ് എന്താ പറയാ കിഷോര ന്യായം. കുരങ്ങന്റെ അടുത്ത് രണ്ടാമത്തെ തലത്തിൽ എന്താ അമ്മ പറയുന്നത്? നീ പിടിച്ചിരുന്നോണം, ഇല്ലെങ്കിൽ ഞാൻ മരത്തിന്റെ കൊമ്പുകളിൽ ചാടും. മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ചില്ലകള് ഉയരത്തിലാണ്. കുരങ്ങന് താഴെയല്ല ജീവിക്കേണ്ട, മരച്ചില്ലകൾ. അതിന് നല്ല പേശിയുള്ള കാലുകൾ കൊടുത്തിട്ടുണ്ട്. അമ്മ കുഞ്ഞിനോട് പറയാണ്, ഞാൻ ചാടും, അപ്പൊ നീ എന്ത് വേണം? നീ എന്നെ പിടിച്ചിരുന്നോളണം. ഇതായിരിക്കണം നമ്മുടെ സ്ഥിതി. കാരണം നമുക്ക് അമ്മയെ കിട്ടി. അപ്പോ ഏത് ദുരന്തത്തിൽ കൊണ്ടിട്ടോളൂ അമ്മ, എന്നെ ഏത് അതലത്തിൽ കൊണ്ടിട്ടോളൂ, സാരമില്ല. പക്ഷെ എന്നെ ഇനി സാമ്രാജ്ഞിയായിട്ട് എല്ലാ ഭുവനങ്ങളുടെയും ഒരു എന്താ പറയാ ഒരു സാമ്രാട്ടായിട്ട് എന്നെ വാഴിച്ചോളൂ, എല്ലാം അമ്മ ചെയ്തോളൂ, അതൊക്കെ അമ്മയുടെ ഇഷ്ടം. പക്ഷെ അവിടത്തെ ചരണദ്വയങ്ങളെ ഞാൻ വിടില്ല. ഒറ്റ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ 3 തലങ്ങള് നമുക്കറിയാം. ഈ പറയുന്ന ആ പ്രപഞ്ചമായിരിക്കുന്നതും ആത്മാവായിട്ടിരിക്കുന്നതും സ്ഥൂലമായിട്ടിരിക്കുന്ന നമ്മുടെ ശരീരമായിട്ടിരിക്കുന്ന എല്ലാം തന്നെ 36 തത്വങ്ങൾ അമ്മയുടെ വിവിധ ഗ്രഡേഷൻസ് ആണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാം അമ്മയാണെന്നുള്ള ചിന്ത എവിടെ ആയിക്കോട്ടെ ആ പാദങ്ങൾ വിടില്ല. അപ്പൊ നമ്മള് ആ ഒരു രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെ എഴുക്കുമ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോ ഹൃത് പത്മമധ്യേ, ആ നമ്മുടെ ഹൃദയ പത്മത്തിൽ ആരെ കാണണം? നിരുപാധിക സംവിത് സ്വരൂപ മാത്രം. ആ നിരുപാധികമായിരിക്കുന്ന ഒരു ആധാരവും ഇല്ലാത്ത ആ സംവിത്തായിരിക്കുന്ന പൂർണ്ണ സംവിത്തായിരിക്കുന്ന സംവിത് സ്വരൂപ മാത്രം കാമേശ്വരൻ, ശിവന്റെ
കാമേശ്വര അംഗസ്ഥിതായേ സച്ചിദാനന്ദ ബ്രഹ്മാത്മികായേ. സച്ചിദാനന്ദാണ് അമ്മയുടെ സ്വരൂപം, ബ്രഹ്മാത്മികയാണ്, ബ്രഹ്മന്റെ ആത്മശക്തിയായിരിക്കുന്ന അല്ലയോ അമ്മേ പരദേവതായേ ലളിതായേ മഹാത്രിപുര സുന്ദരിയെ. അപ്പൊ എന്ത് ചെയ്യണം? ഈ അമ്മയെ വിളിക്കുക, നമ്മുടെ ഹൃദയപത്മത്തിലിരിക്കുന്ന അമ്മ. എന്നിട്ട് എന്ത് വേണം? നമ്മുടെ എല്ലാം സമർപ്പിക്കണം. ഇതപൂർവം പ്രാണ ബുദ്ധി ദേഹ ധർമ്മ അധികാരം. എന്താ ഇതെല്ലാം നമ്മുടെ ആണോ? അല്ല. ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥാസു, നമ്മുടെ 3 തലങ്ങളില് മനസ വാച കർമ്മണ, എന്റെ മനസ്സും വാക്കും കർമ്മങ്ങളും കൊണ്ട് ഹസ്താഭ്യാം പദാഭ്യാം ഉദരേണ ശിശ്ന യോന്യത്. അപ്പൊ നമ്മുടെ എന്താ ശരീരഭാഗങ്ങളാണ് ഇതെല്ലാം, കയ്യ് കാല് വയറ് എല്ലാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യത് സ്മൃതം യത് ഉക്തം യത് കൃതം, ചിന്തിക്കുന്നതാകട്ടെ പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്നതാവട്ടെ ചെയ്യുന്നതാകട്ടെ, തത് സർവം ലളിതാർപ്പണം ഭവതു സ്വാഹ. ഈ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ ഉള്ളിൽ. എല്ലാം എന്റെ കൈകാലുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു ധ്രുവന്റെ പ്രാർത്ഥന പോലെയാണിത്. യോന്ത പ്രവിശ്യ, ഭഗവാനെ കണ്ടപ്പോ ധ്രുവൻ പറഞ്ഞ പോലെ യോന്ത പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്തം. ഏത് പുരുഷനാണോ എന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ വാക്കുകളെയും ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെ ഒരു കൊച്ചു കുഞ്ഞു പറയുന്നത് 5 വയസ്സുള്ള ധ്രുവൻ, ആ പുരുഷനായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പരദേവതയ്ക്ക് ഇവിടെ കൊടുക്കുന്നത്. ഈ ദേവി എന്താ പറയാ, നമുക്ക് സത് ചിന്തകള്, സത് പ്രവർത്തികള്, സത് കർമ്മങ്ങൾ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം.